ഡേ 3 ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. യെസ്, ഓക്കെ, ഡേ 3 ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ സ്റ്റാർട്ട് ചെയ്യാണ്. ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ. നമുക്ക് കുറച്ച് MCQs ആദ്യം പ്രാക്ടീസ് ചെയ്യാം ആൻഡ് ദെൻ വി വിൽ മൂവ് ടു സെക്ഷൻ സി. സെക്ഷൻ സിയിൽ ഇന്ന് നമ്മൾ ചെയ്യുന്നത് കപ്ലാൻ ക്വസ്റ്റ്യനിലെ മാർബിൾ കമ്പനി, കപ്ലാൻ കിറ്റിലെ മാർബിൾ കമ്പനി എന്ന് പറഞ്ഞുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ചെറിയ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ അതിൽ അത്യാവശ്യം എല്ലാ അഡ്ജസ്റ്റ്മെന്റ്സും വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ ദിസ് ഈസ് ദ ക്വസ്റ്റ്യൻ. ഓക്കെ, 4 companies are identical in all respects except for their capital structures, which are as follows. നമുക്ക് 4 കമ്പനീസ് ആണ് തന്നിരിക്കുന്നത്, which is A company, B company, C company, D company. കുഴപ്പമൊന്നുമില്ലല്ലോ. ഇതെന്താണെന്നാണ് പറയുന്നത്, ഇറ്റ് ഈസ് ഐഡന്റിക്കൽ ഇൻ ഓൾ റെസ്പെക്ട്സ്. അതായത് അവര് വർക്ക് ചെയ്യുന്ന ഇൻഡസ്ട്രി സെയിം ആണ്, ഓപ്പറേറ്റ് ചെയ്യുന്ന രീതി എല്ലാം സെയിം ആണ്. ഓൺലി ഡിഫറൻസ് അവരുടെ എന്താ ക്യാപിറ്റൽ സ്ട്രക്ചർ ആണ്, അല്ലെ? അപ്പം ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിഫറെന്റ് ആയാൽ എന്തായിരിക്കും സംഭവിക്കുക? അവരുടെ ബീറ്റ ഇക്വിറ്റി മാറൂലേ, അല്ലെ? നമ്മൾ CAPM-ലൊക്കെ പഠിക്കുന്നത് അങ്ങനെയാണ്, അവരുടെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഇവഞ്ച്വലി മാറും, അല്ലെ? നമുക്ക് വായിച്ചു നോക്കാം, ക്വസ്റ്റ്യൻ എന്താ ചോദിക്കുന്നതെന്ന് ആദ്യം വായിച്ചു നോക്കാം. ദ ഇക്വിറ്റി ബീറ്റ ഓഫ് എ കമ്പനി ഈസ് 0.89. ഓക്കെ, ഇതിന്റെ ഇക്വിറ്റി ബീറ്റ എന്ന് പറയുന്നത് 0.89 ആണ്. ആൻഡ് ഇക്വിറ്റി ബീറ്റ ഓഫ് ഡി കമ്പനി ഈസ് 1.22. ബി കമ്പനിയുടെ ഇക്വിറ്റി ബീറ്റ 1.22. അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ വരാൻ കാര്യം? ഇപ്പം എ കമ്പനിയുടെ ഒരു ക്യാപിറ്റൽ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇക്വിറ്റി ഉണ്ട്, ഡെപ്റ്റ് ഉണ്ട്, ഇല്ല? എ കമ്പനിയിലാണ് ഏറ്റവും കൂടുതൽ എന്തുള്ളത്? ഇക്വിറ്റി ഉള്ളത്. അവിടെ ഫിനാൻഷ്യൽ റിസ്ക് എന്താണ്? കുറവാണ്, അല്ലെ? കമ്പയർഡ് ടു ബാക്കിയുള്ള കമ്പനീസിനെ വെച്ച് നോക്കുമ്പോൾ എ കമ്പനിയുടെ ഫിനാൻഷ്യൽ റിസ്ക് എന്താണ്? ഭയങ്കര കുറവാണ്. ഫൈൻ, പ്രശ്നമൊന്നുമില്ലല്ലോ. ഡെപ്റ്റോ ഏറ്റവും കൂടുതൽ ആർക്കാണ്? ബി കമ്പനിക്കാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ഫിനാൻഷ്യൽ റിസ്ക് ആർക്കായിരിക്കും വരിക? ബി കമ്പനിക്കായിരിക്കും, അല്ലെ? ഫൈൻ, പ്രശ്നമൊന്നുമില്ലല്ലോ. ഇനി നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. വിച്ച് റേഞ്ചസ് വിൽ ഇക്വിറ്റി ബീറ്റ ഓഫ് ബി കമ്പനി ആൻഡ് സി കമ്പനി ലൈ? ഓക്കെ, അതായത് ഇക്വിറ്റി ബീറ്റയുടെ ഏത് റേഞ്ചിലായിരിക്കും ബി കമ്പനിയുടെയും അതേപോലെ തന്നെ സി കമ്പനിയുടെയും റേഞ്ചസ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ എങ്ങനെയായിരിക്കും അറ്റൻഡ് ചെയ്യേണ്ടത് എന്ന് നോക്കിയാൽ മതി. ഏറ്റവും കൂടുതൽ ഫിനാൻഷ്യൽ റിസ്ക് ഉള്ളത് ആർക്കാണ്? ബി കമ്പനിക്കാണ്, അല്ലെ? ഇപ്പൊ ബി കമ്പനിക്കായിരിക്കും സ്വാഭാവികമായിട്ടും എന്ത് വരിക? ബീറ്റ ഇക്വിറ്റി ഏറ്റവും ഹയസ്റ്റ് വരിക. വൈ? ബിക്കോസ് ബാക്കിയുള്ള എല്ലാ സംഭവവും സെയിം ആണ്. ദ ഓൺലി ഡിഫറൻസ് ഏതാണ്? ക്യാപിറ്റൽ സ്ട്രക്ചർ ആണ്, അല്ലെ? അപ്പം ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഡെപ്റ്റിന്റെ അളവ് എത്രത്തോളം കൂടുന്നു അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും? ബീറ്റ ഇക്വിറ്റി കൂടും. ബീറ്റ ഇക്വിറ്റി അത്രയും കൂടിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് അവരുടെ KE കൂടും, അല്ലെ? കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഒക്കെ കൂടും. അപ്പം നമുക്ക് പറയുന്ന ഓപ്ഷൻസ് വായിച്ചു നോക്കാം. ദ ബീറ്റ ഓഫ് ബി കമ്പനി ആൻഡ് ദ ബീറ്റ ഓഫ് സി കമ്പനി ആർ ബോത്ത് ഹയർ ദാൻ 1.22. ഓക്കെ, അതായത് ഡി കമ്പനിയുടെ ബീറ്റ ഇക്വിറ്റി ആണ് എന്ത്? 1.22 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ബി കമ്പനിയുടെയും സി കമ്പനിയുടെയും ബീറ്റ ഇക്വിറ്റി ഡി കമ്പനിയേക്കാളും ഹയർ ആയിരിക്കും എന്നാണ് പറയുന്നത്. ആണോ? അല്ല. കാരണം എന്താ? സി കമ്പനിയുടെ ഒരു ഡെപ്റ്റിന്റെ അളവ് പറയുകയാണെങ്കിൽ 35% ഉള്ളൂ. ബി കമ്പനിക്ക് എന്താണ്? 60% ഉണ്ട്. സ്വാഭാവികമായിട്ടും സി കമ്പനിയുടെ ബീറ്റ ഇക്വിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡി കമ്പനിയേക്കാളും താഴെ ആയിരിക്കും, അല്ലെ? റിസ്ക് ലെവല് ഡി കമ്പനിയേക്കാളും താഴെ ആയിരിക്കും. കാരണം എന്താണ്? ഫിനാൻഷ്യൽ റിസ്ക് അത്രയും കുറവാണ്. ഫൈൻ, പ്രശ്നമൊന്നുമില്ലല്ലോ. ഈ ഫസ്റ്റത്തെ ആൻസർ ശരിയാണോ? അല്ല. ബി കമ്പനിയുടെ കേസിൽ ഓക്കെ ആണ്, അല്ലെ? കാരണം അവർക്കാണ് ഏറ്റവും കൂടുതൽ ഫിനാൻഷ്യൽ റിസ്ക് ഉള്ളത്. സ്വാഭാവികമായിട്ടും എന്ത് വരും? ബി കമ്പനിയെക്കാളും ഇക്വിറ്റി ബീറ്റ ഹയർ ആയിരിക്കും. അപ്പൊ ഫസ്റ്റത്തെ ഓപ്ഷൻ തെറ്റാണ്. Moving on to the second option, the beta of B company is below 0.89 and beta of C company is in the range of 0.89 to 1.22. ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? ബീറ്റ കമ്പനിയുടെ ബിലോ 0.89, അതായത് എ കമ്പനിയെക്കാളും താഴെയാണ് ബി കമ്പനിയുടെ ബീറ്റ ഇക്വിറ്റി എന്നാണ് പറയുന്നത്. അങ്ങനെ ആയിരിക്കുമോ? ഇല്ല, അതും എന്താണ്? തെറ്റാണ്. Moving on to the option C, beta of B company is above 1.22. ഓക്കെ, നോക്കിക്കേ എന്താ പറയുന്നത്? 1.22 എന്ന് പറയുന്നത് ഡി കമ്പനിയുടെ ഇതാണ്. അതിനേക്കാളും മുകളിലായിരിക്കും എന്ത്? ബി കമ്പനിയുടെ ബീറ്റ, അല്ലെ? യെസ്, ആ സൈഡ് കൊണ്ട് അത് ശരിയാണ്. ബീറ്റ ഓഫ് സി കമ്പനി ഈസ് ഇൻ ദ റേഞ്ച് 0.89 to 1.22. എന്താ പറയുന്നത്? സി കമ്പനിയുടെ ബീറ്റ എന്ന് പറയുന്നത് എ കമ്പനിക്കും ഡി കമ്പനിക്കും ഇടയ്ക്കായിരിക്കും, അല്ലെ? 30-നും 60-നും ഇടയ്ക്കാണ് എന്ത്? ഇവരുടെ ഫിനാൻഷ്യൽ റിസ്ക് വരുന്നത്, അല്ലെ? അപ്പം എന്തായിരിക്കും? ഈ ആൻസർ ആയിരിക്കും ശരി, അല്ലെ? ലാസ്റ്റത്തെ ആൻസർ പേരിന് വായിച്ചു നോക്കാം. ദ ബീറ്റ ഓഫ് ബി കമ്പനി ഈസ് ഇൻ ദ റേഞ്ച് ഓഫ് 0.89 to 1.22 ആണോ? അല്ല, ഇത് സി കമ്പനിയുടെ കാര്യമാണ്, അല്ലെ? അപ്പം വി വിൽ ബി മൂവിംഗ് വിത്ത് ഓപ്ഷൻ സി. ഫൈൻ, പ്രശ്നമില്ലല്ലോ. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? മൂവിംഗ് ഓൺ ടു ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ.
ഇൻകാം കമ്പനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ തന്നിട്ടുണ്ട്. ഓക്കെ, നമ്മളോട് ക്വസ്റ്റ്യൻ എന്താ ചോദിക്കുന്നത്, വാട്ട് ഈസ് ദ കമ്പനീസ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഫോർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസൽ പർപ്പസ്. അതായത് എന്താണ്, വാക്ക് കണ്ടുപിടിക്കാനാണ്. WACC, വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാനാണ്. എളുപ്പമല്ലേ, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. എന്താ ചെയ്യുന്ന വാക്ക് കണ്ടുപിടിക്കുന്ന ഫോർമുല ഏതാ? VE പ്ലസ് VD അല്ലെ ഇൻറ്റു KE, ഓർമ്മയില്ലേ അല്ലെ? പ്ലസ് VD 1 - T ഡിവൈഡഡ് ബൈ VE പ്ലസ് VD എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പഠിച്ച ഫോർമുല. ദി ഓൺലി ഡിഫറൻസ് ഈസ് ഇവിടെ എന്തുണ്ട്, ഇവിടെ ഓർഡിനറി ഷെയർസ് ഉണ്ട്, പ്രിഫറൻസ് ഷെയർസ് ഉണ്ട്, ലോൺ നോട്ട്സ് ഉണ്ട്. ഓക്കെ, നമ്മൾ സാധാരണ നമ്മൾ കാണുന്ന ക്വസ്റ്റ്യൻസിലെല്ലാം മിക്കവാറും രണ്ടെണ്ണമായിരുന്നു ഉണ്ടാവാറ്, വിച്ച് ഈസ് ഓർഡിനറി ഷെയർസും ലോൺ നോട്ട്സും ഉണ്ട്. VE ആൻഡ് VD ഉണ്ടായിരിക്കും അല്ലെ? പ്രിഫറൻസ് ഷെയർസ് ഉണ്ടായിരിക്കും. നമ്മൾ പെട്ടെന്ന് എത്രത്തോളം ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പം മനസ്സിലാക്കി വെക്കുക, പ്രിഫറൻസ് ഷെയർസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, പ്രിഫറൻസ് ഷെയർസിനെയും നമ്മൾ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. ഓക്കെ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എങ്ങനെ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്ന, നമുക്ക് വാക്ക് കണ്ടുപിടിക്കാനാണ്. അവര് ആദ്യം എന്ത് തന്നിട്ടുണ്ട്, പറഞ്ഞ പോലെ ക്യാപിറ്റൽ സ്ട്രക്ചർ തന്നിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയാ പറയുന്നത്, എന്തൊക്കെ ഡാറ്റ വരുന്നതെന്ന് വായിച്ചു നോക്കാം. ദി ലോൺ നോട്ട്സ് ആർ റിഡീമബിൾ അറ്റ് നോമിനൽ വാല്യൂ ഇൻ 2016. ഓക്കെ, ദി കറന്റ് മാർക്കറ്റ് പ്രൈസസ്. ഓക്കെ, കറന്റ് മാർക്കറ്റ് പ്രൈസ് തന്നിട്ടുണ്ട്. ഇപ്പോഴും മനസ്സിലാക്കി വെക്കണം, ഇതൊരു ട്രാപ്പാണ്. നമുക്ക് കറന്റ് മാർക്കറ്റ് പ്രൈസും തന്നിട്ടുണ്ട്, ക്യാപിറ്റൽ സ്ട്രക്ചറും തന്നിട്ടുണ്ട്. ഓരോന്നും എന്തിനു വേണ്ടി യൂസ് ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് ഐഡിയ വേണം. ഓക്കെ, ഫൈൻ. ഇതാണ് ഇവരുടെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞിട്ട് ഇത് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, വാല്യൂ ഓഫ് ഇക്വിറ്റി അല്ലെങ്കിൽ വാല്യൂ ഓഫ് ഡെപ്റ്റ് കണ്ടുപിടിക്കാൻ ഈ വാല്യൂസ് വേണം യൂസ് ചെയ്യാൻ. ഫൈൻ. പിന്നെ എന്താ പറയുന്നത്, കോർപ്പറേറ്റ് ടാക്സ് റേറ്റ് 30% ഉണ്ട്. ആൻഡ് കോസ്റ്റ് ഓഫ് കമ്പനീസ് ഓർഡിനറി ഇക്വിറ്റി ക്യാപിറ്റൽ ഹാസ് ബീൻ എസ്റ്റിമേറ്റഡ് അറ്റ് 18% പെർ ഇയർ. എങ്ങനെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ചെയ്യാം നമ്മൾ അല്ലെ? സാധാ നോർമൽ വാക്ക് കാൽക്കുലേഷൻ ആണ്. എന്ത് ചെയ്യുക, ഞാൻ ഐ ടേക്ക് എക്സൽ, ഐ വിൽ ഓപ്പൺ മൈ എക്സൽ ഷീറ്റ്. ഓക്കെ, യെസ്. ഓക്കെ, ഇൻകം കമ്പനിയുടെ കേസാണ് പറയുന്നത്. എങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ ആദ്യം എന്താ കണ്ടുപിടിക്കേണ്ടത്, ഇതിന്റെ മാർക്കറ്റ് വാല്യൂ കണ്ടുപിടിക്കണം. മാർക്കറ്റ് വാല്യൂ എന്ന് ഞാൻ ഹെഡിങ് ഇട്ടിട്ട് താഴോട്ട് എഴുതാണ്. അപ്പൊ നമ്മൾ ഇതെല്ലാം എക്സാമിന് വരുന്ന സമയത്ത് സ്ക്രാപ്പ് ബുക്കിലായിരിക്കും മിക്കവാറും എഴുതുക അല്ലെ? ഒന്ന് പെട്ടെന്ന് നമുക്ക് ചെയ്ത് പോവാം. ഞാൻ ഫോർ ദ സേക്ക് ഓഫ് എക്സാമ്പിൾ കാണിക്കുന്നതാണ്. ഓക്കെ, ആദ്യം ഓർഡിനറി ഷെയർസ് ഉണ്ട്. ഓർഡിനറി ഷെയർസിന്റെ കേസ് എന്താ പറയുന്നത്, ടോട്ടൽ എത്ര ഓർഡിനറി ഷെയർസ് ഉണ്ട്? 12 മില്യൺ ഓർഡിനറി ഷെയർസ് ഉണ്ട്. ആണോ? അല്ല, 12 മില്യൺ വാല്യൂ വരുന്ന 0.50 ഓർഡിനറി ഷെയർസ് ഉണ്ടെന്നാണ് അവരുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ പറയുന്നത് അല്ലെ? ആൻഡ് ഓരോ ഓർഡിനറി ഷെയർസിന്റെയും പ്രൈസ് എത്രയാണ്? 250C ആണ്. ഫൈൻ, പ്രശ്നമൊന്നുമില്ലല്ലോ. ഞാൻ എഴുതുകയാണ്, അതിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ഞാൻ എഴുതി വെക്കുകയാണ്. ഈസ് ഈക്വൽ ടു 12 ഡിവൈഡഡ് ബൈ 0.5. ഓക്കെ, 0.5. പ്രശ്നമില്ലല്ലോ. ഇതെന്തിനാ ഞാൻ ചെയ്യുന്നത്, 12 ഡിവൈഡഡ് ബൈ 50 സെൻസ്. 50 സെൻസിനെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, 0.5 എന്ന് പറയുന്നത്. 50 സെൻസ് എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലെ, ഡോളേഴ്സിന്റെ ഇതാണ്. 12 ഡിവൈഡഡ് ബൈ 0.5 ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും, നമ്പർ ഓഫ് ഷെയർസ് കിട്ടും, ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് കിട്ടും. ഇതിനെ ഞാൻ എന്ത് ചെയ്യണം, ഇൻറ്റു ഞാൻ എന്ത് ചെയ്യണം, 250 സെൻസ് അല്ലെ, അതായത് 2.5നെ വെച്ച് ഞാൻ എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം. സോ ദാറ്റ് ഐ വിൽ ഗെറ്റ് ദി മാർക്കറ്റ് വാല്യൂ. ഫൈൻ, പ്രശ്നമൊന്നുമില്ലല്ലോ. ഇതേപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ ചെയ്യാം. പ്രിഫറൻസ് ഷെയർസ് എങ്ങനെയാണ് വരുന്നത്, അതേപോലെ ലോൺ നോട്ട്സ് എങ്ങനെയാണ് വരുന്നത്. ഓക്കെ, എല്ലാത്തിന്റെയും മാർക്കറ്റ് വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം കണ്ടുപിടിക്കണം. ഓക്കെ, ഓർഡിനറി ഷെയർസ് എനിക്ക് 60 ആണ് കിട്ടിയത്. പ്രിഫറൻസ് ഷെയർസ് എത്രയായിരിക്കും? $1 പ്രിഫറൻസ് ഷെയർസ് ആണ്. അതിന് മാർക്കറ്റ് വാല്യൂ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇപ്പൊ 0.92 ആണ് അല്ലെ? ഇപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത്, 6 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 0.92 അല്ലെ? 6 മില്യൺ ഷെയർസ് ആണ് മൊത്തം ഉള്ളത്. ഡിവൈഡഡ് ബൈ ഒരു ഷെയറിന് എത്രയാണ്, $1 വെച്ചിട്ടാണ്. അത് ഡിവൈഡ് ചെയ്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഞാൻ ആ ഒരു ഫോർമാറ്റ് ഫോളോ ചെയ്യാൻ വേണ്ടിയാണ്. ഇൻറ്റു 0.92 അല്ലെ? ഇപ്പം ഇതിന് $1 വാല്യൂ ഉണ്ടോ പ്രിഫറൻസ് ഷെയർസിന്? ഇല്ല. ഈസ് ഈക്വൽ ടു, ഓക്കെ ഫൈൻ, പ്രശ്നമൊന്നുമില്ല. അപ്പൊ 5.52 വരും എന്റെ ഒരു ആൻസർ എന്ന് പറയുന്നത്. കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി മൂവിങ് ഓൺ ടു ലോൺ നോട്ട്സ്. എങ്ങനെയായിരിക്കും ഞാൻ ചെയ്യേണ്ടത്? ലോൺ നോട്ട്സിന്റെ കേസിൽ എങ്ങനെയായിരിക്കും ചെയ്യേണ്ടത്? 12.5% ലോൺ നോട്ട്സ് ആണ്. 8 മില്യൺ ഉണ്ടെന്നാണ് പറയുന്നത്. 8 മില്യൺ ലോൺ നോട്ട്സ് ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് 12.5 മില്യൺ ലോൺ നോട്ട്സിന്റെ അതിന്റെ വാല്യൂ എത്രയാണ്? 100 തന്നെയാണെന്നാണ് പറയുന്നത്. നോമിനൽ വാല്യൂ 100 ആണ്. ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേനും നമ്മൾ പെട്ടെന്ന് ഇവിടെ 100 എഴുതാനുള്ള സാധ്യത ഉണ്ട്. എഴുതാൻ പാടില്ല. ഓക്കെ, ജസ്റ്റ് എന്ത് ചെയ്യുക, ജസ്റ്റ് റൈറ്റ് ഇറ്റ് ആസ് 8 മില്യൺ. ഫൈൻ, പ്രശ്നമൊന്നുമില്ലല്ലോ. ഓക്കെ, ഇതാണ് അതിന്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത്. മിക്ക സമയത്തും ലോൺ നോട്ട്സിന്റെ ഒക്കെ നമ്മൾ പഠിച്ചിരിക്കുന്നത് മിക്ക സമയത്തും
ലോൺ നോട്ട്സ് അല്ല, ഇപ്പൊ ബാങ്ക് ഡെപ്റ്റ് ഒക്കെ ആണെങ്കിൽ എന്താണ്, ബാങ്ക് ഡെപ്റ്റ് ഒക്കെ ആണെങ്കിൽ ഇത് തന്നെയായിരിക്കും എന്ത് മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത്. ലോൺ നോട്ട്സിനെ നമ്മൾ കണ്ടുപിടിക്കണം. യെസ്, ഓക്കെ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഇപ്പൊ ലോൺ നോട്ട്സ് ഏറ്റെടുക്കാൻ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്, നമ്മുടെ ലോൺ നോട്ട്സിന്റെ കാര്യത്തിൽ നോമിനൽ വാല്യൂ എപ്പോഴും എന്താണ് 100 ആണ് എന്ന് പറഞ്ഞുള്ള ഒരു അസംഷൻ ഉണ്ട് അല്ലെ. ഇപ്പൊ അതിന്റെ മാർക്കറ്റ് വാല്യൂ എന്താണ് 100 ആണ്. നേരെ കാൽക്കുലേഷനിലോട്ട് എടുത്താൽ മതി. ഇനി എന്റെ ടോട്ടൽ മാർക്കറ്റ് വാല്യൂ എത്ര വന്നു? ടോട്ടൽ മാർക്കറ്റ് വാല്യൂ എത്ര വന്നു? ടോട്ടൽ മാർക്കറ്റ് വാല്യൂ യെസ് 73.52 വന്നു അല്ലെ. ഞാൻ എന്ത് ചെയ്യാണ്, ഇനി അതിന്റെ കോസ്റ്റും കൂടെ സൈഡിൽ എഴുതി വെക്കുക കേട്ടോ. ഓക്കെ, ഓരോന്നിന്റെ കോസ്റ്റ്. ഓക്കെ, ഓർഡിനറി ഷെയർസിന് എത്രയാണ് കോസ്റ്റ് പറയുന്നത്? ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ദ കോസ്റ്റ് ഓഫ് കമ്പനീസ് ഇക്വിറ്റി ക്യാപിറ്റൽ ഹാസ് ബീൻ എസ്റ്റിമേറ്റഡ് അറ്റ് 18% അല്ലെ, 0.18 ആണ് അല്ലെ, അല്ലെങ്കിൽ 18% ആണ്. അടുത്ത പ്രിഫറൻസ് ഷെയർസിന്റെ എത്രയാണ് കോസ്റ്റ്? പ്രിഫറൻസ് ഷെയർസിന്റെ കോസ്റ്റ് എത്രയാണ്? 0.08 ആണ് അല്ലെ. ഫൈൻ, പ്രശ്നമൊന്നുമില്ലല്ലോ. ലോൺ നോട്ട്സിന്റെയോ? ലോൺ നോട്ട്സിന്റെ കോസ്റ്റ് എത്രയാണ്? ലോൺ നോട്ട്സിന്റെ കോസ്റ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? എനിക്ക് ആരെങ്കിലും ഒരാൾ പറഞ്ഞുതരാമോ പ്ലീസ്? ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്താൽ മതി എത്രയായിരിക്കും ലോൺ നോട്ട്സിന്റെ കോസ്റ്റ് എന്നുള്ളത്. എത്രയായിരിക്കും ലോൺ നോട്ട്സിന്റെ കോസ്റ്റ്? എത്രയായിരിക്കും വരിക? ഓക്കെ, യെസ് യെസ്. ലോൺ നോട്ട്സിന്റെ കോസ്റ്റ് എത്രയായിരിക്കും? നമുക്ക് എത്ര പെർസെന്റേജ് ഉള്ളത്? 12.5% ആണ്. ടാക്സ് റേറ്റ് ഉണ്ട്. ടാക്സ് റേറ്റ് നമ്മൾ മറന്നു പോകരുത്. ഈസ് ഈക്വൽ ടു, ഞാൻ എന്താ ചെയ്യുന്നത്, 0.125 മൈനസ് എത്ര എത്ര മൈനസ് 1 മൈനസ് 0.3. ഇതെന്താ സംഭവം? ഇതെന്താ ഇങ്ങനെ ചെയ്യാൻ കാര്യം എന്താ? സോറി, ഈസ് ഈക്വൽ ടു 0.125 അല്ല, യെസ് 125% മൈനസ് എത്രയാണ്? 12.5 അല്ലേ? ഓക്കെ ഓക്കെ, 0.125 മൈനസ് 1.3 എന്ന് കൊടുക്കാൻ കാര്യം എന്താ? ടാക്സ് റേറ്റിന്റെ അഡ്ജസ്റ്റ്മെന്റ് ആണ് അല്ലേ. ഫൈൻ, പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പം സോറി, യെസ്, ഓക്കെ, ഇത്രയുമായിരിക്കും എന്ത് വരിക, എന്റെ കോസ്റ്റ് വരിക. ഇനി സാധാ നമ്മൾ ബാക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന പോലെ എന്താണ്, വിഇ ബൈ ടോട്ടൽ മാർക്കറ്റ് വാല്യൂ ഇൻറ്റു കോസ്റ്റ് അല്ലെ, അത് ചെയ്താൽ മതി. ഈസിക്കൽ ടു എത്ര വരും? ഈസിക്കൽ ടു ദിസ് ഡിവൈഡഡ് ബൈ ദിസ് ഇൻറ്റു കോസ്റ്റ് അല്ലെ. വാല്യൂ ഓഫ് ഇക്വിറ്റി ആണെങ്കിൽ നമ്മൾ എന്ത് വെച്ച് വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ? കെ വെച്ച് വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. ഫൈൻ, അതേപോലെ ഓരോന്നും ചെയ്യുക. ദിസ് ഡിവൈഡഡ് ബൈ ദിസ് ഇൻറ്റു പ്രിഫറൻസ് ഷെയർസ്. ഓക്കെ, അടുത്തത് ഈസ് ഈക്വൽ ടു ഡിവൈഡഡ് ബൈ ദിസ് ഇൻറ്റു. ഓക്കെ, ഇതിന്റെ ടോട്ടൽ ആയിരിക്കും എന്ത് വരിക? നമ്മുടെ ആൻസർ ആയിട്ട് വരിക. വിച്ച് മീൻസ് 16% ആണ് നമ്മുടെ എന്ത് വരിക? ആൻസർ ആയിട്ട് വരിക. ഫൈൻ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഈസിക്വൽ ടു എങ്ങനെ 16% കിട്ടുന്ന? ഈസിക്വൽ ടു ഇതിന്റെ സം ടോട്ടൽ ആണ്. ഓക്കെ, ഇതിന്റെ സം ടോട്ടൽ ആണ്. യെസ്, ഓക്കെ, എത്ര വരും നമുക്ക് ആൻസർ? ഈസിക്വൽ ടു 0.1624 ആണ്. എത്ര വരും അപ്പൊ ആൻസർ? 16.24%. നമ്മുടെ ആൻസറിൽ ഈ സ്റ്റേറ്റ്മെന്റ്സ് പ്രത്യേകം ശ്രദ്ധിക്കുക. ടു ദ നിയറസ്റ്റ് ഹോൾ പെർസെന്റേജ് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലെ. അപ്പം അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? 16% ആ ഹോൾ നമ്പർ മാത്രമേ എഴുതി വെക്കാവുള്ളൂ. ഇതിപ്പോ ഓപ്ഷൻസ് ആയതുകൊണ്ട് കുഴപ്പമില്ല. ബ്ലാങ്ക് ആയിട്ട് തരികയാണെങ്കിൽ ശ്രദ്ധിക്കണം. ഓക്കെ, അതിനൊക്കെയാണ് മാർക്സ് പോവുക. ഡെസിബിൾസ് ശ്രദ്ധിക്കാതിരിക്കുക, അങ്ങനത്തെ കാര്യങ്ങൾക്ക്. മൂവിങ് ഓൺ ടു ദ തേർഡ് വൺ. Indicate by clicking in the relevant boxes whether the following statements are true or false. One second. Okay, indicate by clicking in the relevant boxes whether the following statements are true or false. എന്തൊക്കെ സ്റ്റേറ്റ്മെന്റ്സ്? An increase in the cost of equity leads to a fall in share price. ആണോ? അതായത് എന്റെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കൂടിക്കഴിഞ്ഞാൽ എന്താണ്? എന്റെ ഷെയർ പ്രൈസ് കൂടുന്നാണ് പറയുന്നത്. ശരിയാണോ തെറ്റാണോ? ട്രൂ ഓർ ഫാൾസ്? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി. അതായത് എന്റെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ആ ബിസിനസ് വാല്യുവേഷൻ പഠിക്കൂലേ? ബിസിനസ് വാല്യുവേഷൻ പഠിക്കുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന കൺസെപ്റ്റ് ആണ് അല്ലെ. എന്റെ ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസിന്റെ എല്ലാം പ്രസന്റ് വാല്യൂ ആണ് എന്ത്? മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പം ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസിന്റെ എല്ലാം പ്രസന്റ് വാല്യൂ, ആ ഡിസ്കൗണ്ട് ചെയ്യുന്ന ഫാക്ടർ കൂടിക്കഴിഞ്ഞാൽ, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കൂടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് റേറ്റ് കൂടിക്കഴിഞ്ഞാൽ പ്രസന്റ് വാല്യൂ അത്രയും കുറയൂലേ? ഷെയർ പ്രൈസും എന്ത് ചെയ്യും? അതേപോലെ കുറയും. സോ ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ട്രൂ ആണ്.
Okay. Moving on to the second statement, investors faced with increased risk will expect increased return as compensation. എന്താ പറയുന്നത്? റിസ്ക് കൂടുന്തോറും എന്താ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സ് കൂടുതൽ കോമ്പൻസേഷൻ എക്സ്പെക്ട് ചെയ്യുന്നതാണ് പറയുന്നത്. ഓഫ് കോഴ്സ് ട്രൂ ആണ് അല്ലെ? അതാണ് നമ്മുടെ ഒരു കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഏറ്റവും ബേസിക് തിയറി അതാണ്. റിസ്ക് കൂടുന്നതാണ്, അല്ലെങ്കിൽ റിസ്ക് എടുക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്ത് വേണം? കൂടുതൽ റിട്ടേൺസ് കൊടുക്കണം. ഓക്കെ. മൂവിംഗ് ഓൺ ടു ദ തേർഡ് വൺ, ദി കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഈസ് യൂഷ്വലി ലോവർ ദാൻ ദ കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർസ്. ആണോ? ആണോ? കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർസിനേക്കാളും കുറവായിരിക്കും എന്നാണ് പറയുന്നത്. ആണോ? യെസ് ഓർ നോ? ഇതിന്റെ തന്നെയാണ് ഇന്നത്തെ സി സെക്ഷൻ മാർബിൾ കമ്പനിയിൽ ഇതിന്റെ തന്നെ ഒരു എക്സ്പ്ലനേഷൻ ആണ് അവർ ചോദിക്കുന്നത്. നമ്മൾ ക്രെഡിറ്റർ ഹയറാർക്കി എന്ന് കേട്ടിട്ടില്ലേ? ക്രെഡിറ്റർ ഹയറാർക്കി കേട്ടിട്ടുണ്ടോ? എന്താ ക്രെഡിറ്റർ ഹയറാർക്കി എന്ന് പറഞ്ഞാൽ? അതായത് നമ്മളൊരു നമ്മുടെ ബിസിനസ് ഇൻ കേസ് അത് നഷ്ടമായി ഒരു ഷട്ട് ഡൗണിലോട്ടൊക്കെ വരികയാണ്, അങ്ങനെയാണെങ്കിൽ ആദ്യം ആരെ സെറ്റിൽ ചെയ്യണം എന്ന് പറയുന്ന ഓർഡർ പറയുന്നുണ്ട് അല്ലെ? അപ്പം ആദ്യം നമ്മൾ നമ്മുടെ ഡെപ്സിനെ എല്ലാം സെറ്റിൽ ചെയ്തിട്ടേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? പ്രിഫറൻസ് ഷെയർസിനെ നമ്മൾ സെറ്റിൽ ചെയ്യുള്ളൂ അല്ലെ? ദാറ്റ് മീൻസ് പ്രിഫറൻസ് ഷെയർസ് എന്ത് ചെയ്യുന്നുണ്ട്? കൂടുതൽ റിസ്ക് എടുക്കാൻ തയ്യാറായി നിൽക്കുന്ന ആൾക്കാരാണ് അല്ലെ? അവരുടെ സെക്യൂർഡ് ആണോ? അല്ല അല്ലെ? അപ്പം അവിടെ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും? ഡെപ്റ്റിനായിരിക്കും റിസ്ക് കുറവ്. ദേ വിൽ ബി എന്താ പറയുന്നത്? ദേ വിൽ ബി റിക്വയറിംഗ് ലോവർ കോസ്റ്റ് അല്ലെ? അപ്പം അതെന്താണ്? ഈ മൂന്ന് സ്റ്റേറ്റ്മെന്റ്സ് അപ്പോൾ എന്താണ്? ട്രൂ ആണ്. ഫൈൻ, പ്രശ്നമില്ലല്ലോ. Moving on to the fourth question. Company incorporates increasing amount of debt finance into its capital structure while leaving its operating risk unchanged. Okay. ശ്രദ്ധിക്കണം. എ കമ്പനി ഇൻകോർപ്പറേറ്റ്സ് ഇൻക്രീസിംഗ് എമൗണ്ട് ഓഫ് ഡെപ്റ്റ് ഫിനാൻസ് ഇൻ ടു ഇറ്റ്സ് ക്യാപിറ്റൽ സ്ട്രക്ചർ. അവരുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിലോട്ട് എന്ത് ചെയ്യാണ്? ഡെപ്റ്റിന്റെ എമൗണ്ട് ഇൻക്രീസ് ചെയ്യാണ്. ഓക്കെ. പക്ഷെ ഓപ്പറേറ്റിംഗ് റിസ്കോ ബാക്കി കാര്യങ്ങളൊന്നും മാറില്ല. ദ ഓൺലി തിങ് ചേഞ്ചസ് ഈസ് ഫിനാൻഷ്യൽ റിസ്ക്. ഓക്കെ. ഓക്കെ, നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻ വായിച്ച് നോക്കാം. അസ്യൂമിംഗ് ദാറ്റ് എ പെർഫെക്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റ് എക്സിസ്റ്റ്. ഓക്കെ, പെർഫെക്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റ് ആണ്. ഇപ്പൊ തന്നെ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ഒരു 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 സംഭവം മനസ്സിൽ വരണം അല്ലെ? പെർഫെക്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റ് ആണെന്ന് പറയുമ്പോഴത്തേനും കുറെ മോഡൽസ് ഉണ്ട് പെർഫെക്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റ് അസ്യൂം ചെയ്യുന്നു അല്ലെ? അതിലെ ഏതോ ഒരു മോഡലാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. നോക്കാം. അസ്യൂമിംഗ് ദാറ്റ് എ പെർഫെക്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റ് എക്സിസ്റ്റ്, corporation tax, which of the following correctly describes the effect of company's cost of capital and total market value? ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ്. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഉണ്ട്, വെയിറ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഉണ്ട്, ടോട്ടൽ മാർക്കറ്റ് വാല്യൂ ഉണ്ട്. ഓക്കെ. ഡെപ്റ്റ് കൂടിക്കഴിഞ്ഞാൽ ഒരു കോർപ്പറേഷൻ ടാക്സ് ഉള്ള ഒരു എക്കണോമിയിലെ പെർഫെക്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റ് ആണെങ്കിൽ അല്ലെ, ഈ പറയുന്ന കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കൂടുമോ കുറയുമോ അല്ലെങ്കിൽ അൺഅഫക്റ്റഡ് ആയിട്ട് നിൽക്കുമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഓക്കെ, അതായത് ഈ മൂന്ന് സാധനങ്ങൾ കൂടുമോ കുറയോ അല്ലെങ്കിൽ അൺഅഫക്റ്റഡ് ആയിട്ട് നിൽക്കുമോ? ഇപ്പോൾ ഡെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിലോട്ട്, അതായത് ഫിനാൻഷ്യൽ റിസ്ക് കൂടുമ്പോൾ എന്തായിരിക്കും കോസ്റ്റ് ഓഫ് ഇക്വിറ്റി? എന്തായിരിക്കും? നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഗ്രാഫ് ഓർമ്മയുണ്ടോ? ഇത് നമ്മുടെ സ്റ്റഡി ഹബിലെ ഗ്രാഫാണ്. ഓർമ്മയുണ്ടോ? ഇത് ഏത് ഗ്രാഫ് ആയിരുന്നു? യെസ്, മോഡ്ഗ്ലിയാനി ആൻഡ് മില്ലറിന്റെ ഗ്രാഫാണ്. ഇപ്പം ഇവരെന്താ പറയുന്നത്? നമ്മുടെ കമ്പനിയിലെ ഇത് താഴെ എന്താ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. കമ്പനിയിൽ ഡെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യും തോറും, ശ്രദ്ധിക്കണം, കമ്പനിയിൽ ഡെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യും തോറും എന്താ പറയുന്നത്? ഫിനാൻഷ്യൽ റിസ്ക് കൂടുമല്ലേ? അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന് അവർക്ക് കിട്ടാനുള്ള റിട്ടേൺസ് നിന്ന് അവർ എന്ത് ചെയ്യേണ്ടി വരികയാണ്? ഇൻട്രസ്റ്റ് പേയ്മെന്റ്സ് അടക്കേണ്ടി വരികയാണ്. അവർക്ക് എന്ത് വേണ്ടി വരും? അവർക്ക് അതൊരു റിസ്ക് ആയിട്ട് അവർ പെർസീവ് ചെയ്തിട്ട് ദേ വിൽ ബി റിക്വയറിംഗ് മോർ അല്ലെ? അപ്പം സ്വാഭാവികമായിട്ടും എന്ത് പറ്റും? കെ ഭയങ്കരമായിട്ട് കൂടും. ഓക്കെ, നമ്മുടെ ആൻസർ കണ്ടു. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അവർ ഈ ഗ്രാഫാണ് അവർ ചോദിക്കുന്നത്. ഓക്കെ. നെക്സ്റ്റ് തിങ് ഈസ് വെയിറ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. വാക്കിന് എന്തായിരിക്കും സംഭവിക്കുക? ഡെപ്റ്റ് കൂടുന്തോറും വാക്ക് എന്താണ് വരുന്നത്? കുറയാണ് വരുന്നത് അല്ലെ? വാക്ക് എന്ത് ചെയ്തു? വാക്ക് കുറയുന്നു. ആൻഡ് മൂവിങ് ഓൺ ടു ദ ടോട്ടൽ മാർക്കറ്റ് വാല്യൂ. ടോട്ടൽ മാർക്കറ്റ് വാല്യൂ എങ്ങനെയായിരിക്കും? കൂടുവോ കുറയോ? എപ്പോഴും മനസ്സിലാക്കി വെക്കുക, വാക്ക് കുറയുമെങ്കിൽ അതിന് അർത്ഥം എന്താണ്? അതിനനുസരിച്ച് നമ്മുടെ കമ്പനിയുടെ വാല്യൂ ഓഫ് മാർക്കറ്റ് വാല്യൂ കൂടും. ഓക്കെ, ഇത് തൊട്ട് താഴെ അതിന്റെ ഗ്രാഫ് ഉണ്ട്. ഡെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതോറും മാർക്കറ്റ് വാല്യൂ കൂടും. ഓക്കെ, മോഡ്ഗ്ലിയാനി ആൻഡ് മില്ലറിന്റെ വിത്ത് ടാക്സ് തിയറീസിലുള്ള ഗ്രാഫാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ, ഞാൻ മൂവ് ഓൺ ചെയ്യാണ്. യെസ്, മൂവിങ് ഓൺ ടു ക്വസ്റ്റ്യൻ നമ്പർ 5. എന്താ പറയുന്നത്? സെക്യൂരിറ്റീസ് റിക്വയർഡ് റിട്ടേൺ ക്യാൻ ബി പ്രഡിക്റ്റഡ് യൂസിങ് CAPM യൂസിങ് ഫോർമുല. RI is equal to RI plus beta equity into R minus RF. ഓക്കെ, ആ ഒരു ഫോർമുല ഒക്കെ വെച്ചിട്ടാണ് അവർ കാര്യങ്ങൾ ചെയ്യുന്നത്. എന്തൊക്കെയാ പറയുന്നത്? സെക്യൂരിറ്റി X ഹാസ് എ ബീറ്റ വാല്യൂ ഓഫ് 1.6 ആൻഡ് പ്രൊവൈഡ്സ് എ റിട്ടേൺ ഓഫ് 12%. സെക്യൂരിറ്റി X എന്ന് പറയുന്ന ഒരു ഷെയർ ഉണ്ടായിരുന്നു. അതിന്റെ ബീറ്റ വാല്യൂ 1.6 ആണ്. പ്രൊവൈഡ്സ് എ റിട്ടേൺ ഓഫ് 12% എന്നാണ് പറയുന്നത്.
ഓക്കെ. അടുത്തത് വായിച്ചു നോക്കാം. സെക്യൂരിറ്റി വൈയുടെ കാര്യം പറയുന്നുണ്ട്, സെക്യൂരിറ്റി സിയുടെ കാര്യവും പറയുന്നുണ്ട്. ഇവർ പറയുന്ന ഒരു സാധനമാണ് സെക്യൂരിറ്റി സി ഈസ് കറക്ട്ലി പ്രൈസ്ഡ്. ഓക്കെ, സെക്യൂരിറ്റി സി മാത്രമാണ് എന്ത് കറക്ട്ലി പ്രൈസ്ഡ് ആയിരിക്കുന്നത്. ആൻഡ് റിസ്ക് ഫ്രീ റിട്ടേൺ ഈസ് 6%. ഓക്കെ, ഞാൻ ഇവർക്ക് എന്താ വേണ്ടത്? വാട്ട് ഡസ് ദിസ് ഇൻഫോർമേഷൻ ഇൻഡിക്കേറ്റ് അബൌട്ട് ദ പ്രൈസിംഗ് ഓഫ് സെക്യൂരിറ്റി എക്സ് ആൻഡ് വൈ? ഓക്കെ, സെക്യൂരിറ്റി എക്സിന്റെ പ്രൈസ് എത്രയാണ്, സെക്യൂരിറ്റിയുടെ വൈയുടെ പ്രൈസ് എത്രയാണ്? ഇല്ല, അത് ഓവർ പ്രൈസ്ഡ് ആണോ അണ്ടർ പ്രൈസ്ഡ് ആണോ എന്നുള്ളതാണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, എങ്ങനെ കണ്ടുപിടിക്കും? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ വന്നാൽ എങ്ങനെ കണ്ടുപിടിക്കും? എന്ത് ചെയ്യുക? നമ്മൾ തന്നിരിക്കുന്ന ഡാറ്റാസ് എഴുതി വെക്കുക. ഇല്ലേ, ഇതിൽ സെക്യൂരിറ്റി സിയുടെ അതായത് സെക്യൂരിറ്റി സിയുടെ വാല്യൂ ആണ് കറക്ട്ലി പ്രൈസ്ഡ് എന്ന് പറയുന്നത്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന റിസ്ക് ഫ്രീ റിട്ടേൺ, മാർക്കറ്റിലെ റേറ്റ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കണ്ടുപിടിക്കാം. അല്ലെ, അതെങ്ങനെ കണ്ടുപിടിക്കുന്ന കെ ഇസിക്കൽ നമ്മുടെ ഫോർമുല എന്താ? സി എ പി എമ്മിന്റെ ഫോർമുല ഇവര് തന്നിട്ടുണ്ട് അല്ലെ. കെ ഇസിക്കൽ ആർ എഫ് പ്ലസ് ബീറ്റ ഇക്വിറ്റി ഇൻറ്റു ആർ മൈനസ് ആർ എഫ്. ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്ത് ചെയ്യുക? സിയുടെ വാല്യൂസ് എടുത്ത് ഈ ഫോർമുലയിലോട്ട് നിങ്ങൾ ഇട്ട് കൊടുക്കുക. ഫൈൻ, പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പം നിങ്ങൾക്ക് എങ്ങനെ വരും? ആൻസർ എങ്ങനെ വരും? 13.2%. 13.2% ഈസ് ഈക്വൽ ടു ആർ എഫ് എത്ര? 6% പ്ലസ് ബീറ്റ ഇക്വിറ്റി. ബീറ്റ ഇക്വിറ്റി ഏതാണ്? 1.2 ആണ്. ഓക്കെ, ഇൻറ്റു ആറും മൈനസ് ആർ എഫ്, ഇൻറ്റു ആറും മൈനസ് ആർ എഫ്. അതായത് അത് നമുക്ക് അറിയത്തില്ല, ആർ എം നമുക്ക് അറിയത്തില്ല അല്ലെ. ആറും മൈനസ് ആർ എഫ് മൈനസ് 6% again. ഓക്കെ, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതി കഴിഞ്ഞാൽ അതിലെ ഒരൊറ്റ മിസ്സിംഗ് വാല്യൂ ഉണ്ടാവുള്ളൂ, ആർ എം ആയിരിക്കും ആ മിസ്സിംഗ് വാല്യൂ. അല്ലേ അല്ലേ ഫൈൻ, പ്രശ്നമൊന്നുമില്ലല്ലോ. ആർ എം ആയിരിക്കും ആ മിസ്സിംഗ് വാല്യൂ. അതായത് ഞാൻ എഴുതി വെക്കാണ്. യെസ്, ഓക്കെ, I'll be 1 second please. സോ ഞാൻ എങ്ങനെ എഴുതി വെക്കുന്നത്? 13.2 അല്ലെ. കെ ഈസ് ഈക്വൽ ടു ബീറ്റ ഇക്വിറ്റി ഇൻറ്റു ആർ എഫ് പ്ലസ് ബീറ്റ ഇക്വിറ്റി അല്ലെ. യെസ്, 0.06 പ്ലസ് ബീറ്റ ഇക്വിറ്റി എത്രയായിരുന്നു? 1.2 അല്ലെ. 1.2 ഇൻറ്റു ആർ എം മൈനസ് ആർ എഫ് അല്ലെ, വിച്ച് മീൻസ് എത്രയാണ്? 0.6 അല്ലേ പറഞ്ഞ? 0.06. യെസ്, കുഴപ്പമൊന്നുമില്ലല്ലോ. ഇങ്ങനെ വരും എന്ത്? ആ ഒരു ഫോർമുല എന്ന് പറയുന്നത്. സോ ഞാൻ എന്ത് ചെയ്യണം? 13.2 മൈനസ് 6 ഈസ് ഈക്വൽ ടു ഓക്കെ 13.2 മൈനസ് 6 ഈസ് ഈക്വൽ ടു 1.2 ഇൻറ്റു ആർ മൈനസ് 0.06. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. 1.2 ഇൻറ്റു ആർ മൈനസ് 0.06, അതായത് 6 ആണ്, 6% അല്ലെ. ഫൈൻ, പ്രശ്നമൊന്നുമില്ലല്ലോ. ഓക്കെ, ഞാൻ ഇതും കൂടെ നോക്കട്ടെ. യെസ്, ഓക്കെ, ഇത് എനിക്ക് സോൾവ് ചെയ്തുകൂടെ? എനിക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാം. എങ്ങനെ ചെയ്യുന്ന? ഈസ് ഈക്വൽ ടു, അടുത്ത സെന്റൻസ് എഴുതിക്കോ. ഈസ് ഈക്വൽ ടു എങ്ങനെ വരും? ഈസ് ഈക്വൽ ടു 13.2 ഡിവൈഡഡ് ബൈ 1.2 അല്ലെ. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ഉള്ളത്, ഇങ്ങോട്ട് വരുമ്പോൾ എന്തായിരിക്കും? ഡിവിഷൻ ആയിരിക്കും അല്ലെ. ഈസ് ഈക്വൽ ടു 1.2 ഇൻറ്റു 1.2 കൊണ്ടു ഇല്ല, ആർ മൈനസ് 6. ഇതെനിക്ക് സോൾവ് ചെയ്താൽ എനിക്ക് എത്ര കിട്ടും? 6 ഈസ് ഈക്വൽ ടു ആർ മൈനസ് 6 എന്ന് വരും. അതിന്റെ ബാക്കിയായിട്ട് ആർ എം ഈസ് ഈക്വൽ ടു 12% എന്ന് എനിക്ക് ആൻസർ വരും. ആർ എം ഈസ് ഈക്വൽ ടു 12%. ഫൈൻ, പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പൊ എനിക്ക് റിസ്ക് ഫ്രീ റിട്ടേൺ കിട്ടി 6%. ആർ എം എത്രയാണ്? 12% ആണെന്ന് എനിക്ക് കിട്ടി. ഓക്കെ, ഞാൻ ഇനി എന്ത് ചെയ്യാണ്? സെക്യൂരിറ്റി എക്സിന്റെയും വൈയുടെയും സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, സെക്യൂരിറ്റി എക്സിന്റെയും വൈയുടെയും സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യണം. ലൈക്ക് അതെങ്ങനെ വരും? സെക്യൂരിറ്റി എക്സിന്റെ കാര്യത്തിൽ എങ്ങനെയാ? ബീറ്റ ഇക്വിറ്റി എന്ന് പറയുന്നത് 1.6 ആണ് അല്ലെ. സെക്യൂരിറ്റി എക്സിന്റെ കേസിൽ ബീറ്റ ഇക്വിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 1.6 ആണ്. ഞാൻ എന്ത് എഴുതി വെക്കാണ്? ഓക്കെ, കെ കണ്ടുപിടിക്കുകയാണ്. ഈസ് ഈക്വൽ ടു ആർ എഫ് പ്ലസ് ബീറ്റ ഇക്വിറ്റി. ആർ എത്രയാണ്? 6 ആണ്. പ്ലസ് ബീറ്റ ഇക്വിറ്റി എത്രയാണ്? 1.6 ഇൻറ്റു ആർ മൈനസ് ആർ എഫ്. 12 മൈനസ് 6 എത്രയാണ്? 6 തന്നെയാണ് വരുന്നത്. ഫൈൻ, പ്രശ്നമൊന്നുമില്ലല്ലോ. ഇത് എത്ര വരും? 1.6 ഇൻറ്റു 6 എത്ര വരും? ഈസ് ഈക്വൽ ടു 1.6 ഇൻറ്റു 6 എത്ര വരും? 1.6 ഇൻറ്റു 6 ഈസ് ഈക്വൽ ടു 9.6 വരും. പ്ലസ് 6 ഞാൻ ചെയ്യാണ്, എത്ര വരും? എനിക്ക് 15.6 ആയിരിക്കും വരിക. ഓക്കെ, ദാറ്റ് മീൻസ് അതെന്താ? അതിന്റെ അർത്ഥം എന്താ? 15.6% റിട്ടേൺസ് എനിക്ക് വേണമായിരുന്നു അല്ലെ. എനിക്ക് പക്ഷേ എന്ത് തരുന്നുള്ളൂ? 12% റിട്ടേൺസേ തരുന്നുള്ളൂ. പ്രശ്നമാണ്.
ഓക്കെ, അതായത് മാർക്കറ്റിലെ എല്ലാ കമ്പനീസിന്റെ ഒരു ആവറേജ് പറയുമ്പോൾ നമുക്ക് അറ്റ്ലീസ്റ്റ് 15.6% എങ്കിലും റിട്ടേൺസ് തരേണ്ടടുത്ത് എക്സ് എന്ന് പറയുന്ന കമ്പനി എനിക്ക് ആകെ എത്രയേ തരുന്നുള്ളൂ? 12% തരുന്നുള്ളൂ. ഓക്കെ, ദാറ്റ് മീൻസ് ആ കമ്പനി ഓവർ പ്രൈസ്ഡ് ആണോ അണ്ടർ പ്രൈസ്ഡ് ആണോ? ഓവർ പ്രൈസ്ഡ് ആണോ അണ്ടർ പ്രൈസ്ഡ് ആണോ? യെസ്, എന്താ? ഓവർ പ്രൈസ്ഡ് ആണ് അല്ലെ? അതെങ്ങനെ കിട്ടുന്നത്? അതിന്റെ ഒരു ലോജിക്ക് എന്താ? സേ ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ പറയാണ്, ഞാൻ ഒരു $100 ഷെയർ വാങ്ങാണ്. ഓക്കെ, $100 ഷെയർ വാങ്ങാണ്. എനിക്ക് 8% ആണ് റിട്ടേൺസ് കിട്ടുന്നത്. ഓക്കെ, നിലവിൽ 8% ആണ് റിട്ടേൺസ് കിട്ടുന്നത്. ഓക്കെ, 8%. ഓക്കെ, അതായത് 8 രൂപയാണ് എനിക്ക് റിട്ടേൺസ് കിട്ടുന്നത്. ഫൈൻ, പ്രശ്നമൊന്നുമില്ലല്ലോ. പക്ഷെ എന്നോട് മാർക്കറ്റ് പറഞ്ഞു നിങ്ങൾക്ക് 10% റിട്ടേൺസ് വേണം അല്ലെ? ആ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 10% റിട്ടേൺസ് വേണം എന്ന് പറഞ്ഞു. ഈ റിട്ടേൺസ് ആയിരിക്കും മാറുക? അല്ല. ഓക്കെ, 8 രൂപ എനിക്ക് റിട്ടേൺസ് കിട്ടുമ്പോൾ 10% ആവണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എത്രയായിരിക്കണം? 80 ആയിരിക്കണം അല്ലേ? 80ന്റെ 10% 8 രൂപ. ദാറ്റ് മീൻസ് എന്താണ്? ഷെയർ പ്രൈസ് കുറയണം, എന്നാലേ എനിക്ക് എന്ത് കിട്ടുള്ളൂ? മാർക്കറ്റിലെ ഇൻട്രസ്റ്റ് റേറ്റുമായിട്ട്, മാർക്കറ്റിലെ റിട്ടേൺസുമായിട്ട് എനിക്ക് മാച്ച് ചെയ്ത് പോകാൻ പറ്റുള്ളൂ അല്ലെ? ഫൈൻ, പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പൊ ന്യായമായിട്ടുള്ള ഒരു റിസ്ക്, ഞാൻ എടുക്കുന്ന റിസ്കിനനുസരിച്ചുള്ള റിട്ടേൺസ് എനിക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് എന്താണ്? കുറയ്ക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, കുഴപ്പമൊന്നുമില്ലല്ലോ. നമ്മുടെ ഇവിടെ റിട്ടേൺസ് ആണോ മാറുന്നത്? അല്ല. അപ്പം ഈ ഒരു ലോജിക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇവിടെയും യൂസ് ചെയ്യേണ്ടത് അല്ലെ? ഇവിടെ ഇപ്പം നമുക്ക് ആദ്യം 12% ആണ് റിട്ടേൺസ് പറയുന്നത് അല്ലെ? ആദ്യം ഇവിടെ 12% ആണ് റിട്ടേൺസ് പറയുന്നത്. ഇപ്പൊ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി 15.6% എങ്കിലും ഇല്ലെങ്കിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമോ? ഇല്ല. 15.6% റിട്ടേൺസ് ആ കമ്പനിയിൽ നിന്ന് വേണം. ദാറ്റ് മീൻസ് ആ കമ്പനിയുടെ ഷെയർ ഇപ്പോഴെന്താണ്? ഓവർ പ്രൈസ്ഡ് ആണ് എന്നാണ്. ഫൈൻ, പ്രശ്നമൊന്നുമില്ലല്ലോ. ഇതേപോലെ ഇനി എന്ത് ചെയ്യുക? നമ്മൾ ബിയുടെ കാൽക്കുലേഷനും കൂടെ ചെയ്യാണ്. ബി അല്ല, സെക്യൂരിറ്റി വൈയുടെ കാൽക്കുലേഷനും കൂടെ ചെയ്യാണ്. എന്താ പറയുന്നത്? ബീറ്റ ഇക്വിറ്റി അവിടെ എത്രയാണ്? 0.9 ആണ് അല്ലെ? സെയിം സംഭവം ഈ ഫോർമുലയിലോട്ട് ഇടാണ്. ഈസ് ഈക്വൽ ടു റിസ്ക് ഫ്രീ റേറ്റ് പ്ലസ് വൈയുടെ ബീറ്റ ഇക്വിറ്റി ഏതായിരുന്നു? വൈയുടെ ബീറ്റ ഇക്വിറ്റി ഈസ് 0.9 അല്ലെ? 0.9 into 12 minus 6 അല്ലെ? into 6 തന്നെ. 6 minus 6 ആണ്. So 0.9 into 6, 0.9 into 6 is equal to 5.4 വരും, പ്ലസ് 6 is equal to 11.4% റിട്ടേൺസ് മതിയായിരുന്നു. പക്ഷെ എനിക്ക് വൈ ഇപ്പൊ എന്ത് തരുന്നുണ്ട്? 13% റിട്ടേൺസ് തരുന്നുണ്ട്. ഓക്കെ, ഇതിന്റെ ആൻസർ ആയിട്ട് എനിക്ക് എത്ര കിട്ടിയത്? 11.4% ആണ് എനിക്ക് എന്ത് കിട്ടിയത്? വൈയുടെ ഒരു റിട്ടേൺ പെർസെന്റേജ് കിട്ടിയത്. ഓക്കെ, പക്ഷെ വൈ എനിക്ക് ഇപ്പൊ തന്നെ എന്ത് തരുന്നുണ്ട്? 13% തരുന്നുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാവും? നമ്മൾ കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അത് ഒരുപാട് റിട്ടേൺസ് നമുക്ക് തരികയാണ് അല്ലെ? നമുക്ക് വേണ്ട റിട്ടേൺസിനേക്കാളും എക്സ്ട്രാ അത് തരികയാണ്. സോ പീപ്പിൾ വിൽ ബി റെഡി ടു പേ മോർ ഫോർ ദാറ്റ് ഷെയർ അല്ലെ? കാരണം അതെന്താണ്? അത്രയും റിട്ടേൺസ് എക്സ്ട്രാ തരുന്നില്ലേ? അപ്പം അങ്ങനെ പതുക്കെ എന്ത് ചെയ്യും? അതിന്റെ ഷെയർ പ്രൈസ് കൂടും അല്ലെ? കൂടണം, എന്നാലേ അത് എന്ത് ചെയ്യുള്ളൂ? ഒരു എന്താ പറയുന്നത്, ഇക്വിലിബ്രിയത്തിലോട്ട് എത്തുള്ളൂ. അപ്പം അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കറന്റ് അതിന്റെ പ്രൈസ് എന്താണ്? അണ്ടർ പ്രൈസ്ഡ് ആണ്. ഫൈൻ, പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പം ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത് സെക്യൂരിറ്റി വൈ എന്ന് പറയുന്നത് എന്താണ്? അണ്ടർ പ്രൈസ്ഡ് ആണ്. ആൻഡ് സെക്യൂരിറ്റി എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഓവർ പ്രൈസ്ഡ് ആണ്. കുഴപ്പമൊന്നുമില്ലല്ലോ. മൂവിംഗ് ഓൺ ടു ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഓഫ് സെക്ഷൻ എ. റിസ്ക് ദാറ്റ് കനോട്ട് ബി ഡൈവേഴ്സിഫൈഡ് എവേ ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് ആസ് ഡാഷ്. എന്താണ് ഇത്? നമുക്കറിയാവുന്ന സാധനമാണ്. ഏതായിരിക്കും? റിസ്ക് ദാറ്റ് കനോട്ട് ബി ഡൈവേഴ്സിഫൈഡ് അവേ. ഡൈവേഴ്സിഫൈ ചെയ്യാൻ പറ്റാത്ത റിസ്ക് ഏതാണ്? ബിസിനസ് റിസ്ക് ആണോ? ഫിനാൻഷ്യൽ റിസ്ക് ആണോ? സിസ്റ്റമാറ്റിക് ആണോ? അൺസിസ്റ്റമാറ്റിക് ആണോ? ഏതാണ്? യെസ്, സിസ്റ്റമാറ്റിക് റിസ്ക് ആണ് അല്ലെ? അടുത്തതോ? റിസ്ക് ദാറ്റ് ഇൻക്രീസസ് ആസ് എ കമ്പനി ഗിയേഴ്സ് അപ്പ് ഈസ് പ്രിസ്ക്രൈബ്ഡ് ആസ്. കമ്പനിയുടെ ഗിയറിംഗ് കൂടുന്തോറും, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ് അല്ലെ? കമ്പനിയിലെ ഗിയറിംഗ് കൂടുന്തോറും ഏത് റിസ്ക് ആണ് കൂടുതൽ? കൂടി വരിക? യെസ്, ഫിനാൻഷ്യൽ റിസ്ക് ആണ്. ഓക്കെ, ഇതൊക്കെ എളുപ്പമുള്ള കാര്യങ്ങളല്ലേ? പ്രത്യേകിച്ച് ഒന്നും ഇല്ലല്ലോ. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. CAPM ഒരു ഏരിയ വെച്ചിട്ടായിരുന്നു നമ്മുടെ അധിക ക്വസ്റ്റ്യൻസും ഫോക്കസ് ചെയ്തത് അല്ലെ? ഓക്കെ, നമുക്ക് ഇനി എന്ത് ചെയ്യാം? സോ യെസ്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, മാർബിൾ കമ്പനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ചെറിയ ക്വസ്റ്റ്യൻ ആണ്. കമ്പാരിറ്റീവ്ലി ലെങ്ത് വൈസ് ഒക്കെ നോക്കിയാൽ ചെറിയൊരു ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ 20 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. ഓക്കെ, ആദ്യം എന്താണ് സെക്ഷൻ സി ക്വസ്റ്റ്യൻസിൽ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം റിക്വയർമെന്റ്സ് എന്താണെന്നുള്ളത് വായിക്കാനാണ്. ഓക്കെ, യൂസിംഗ് മാർക്കറ്റ് വാല്യൂസ് കാൽക്കുലേറ്റ് ദി ആവറേജ് ആഫ്റ്റർ ടാക്സ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഓഫ് മാർബിൾ കമ്പനി. എന്താ ചോദിക്കുന്നത്? വാക്ക് ആണ്.
അല്ലെ? WACC വെയിറ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ് ചോദിക്കുന്നത്. ഈസി അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. അത് നമുക്ക് ചെയ്യാം അല്ലെ? ഈസി ആണോ അല്ലയോ എന്നുള്ളത് കോൺടാക്ട് നോക്കാം. യെസ്, ഫൈൻ. പിന്നെ എന്താ പറയുന്നത്? ഡിസ്കസ് ദ റിലേറ്റീവ് മെറിറ്റ്സ് ഓഫ് ക്യാപിറ്റൽ ആസറ്റ് പ്രൈസിംഗ് മോഡൽ ആൻഡ് ഡിവിഡൻഡ് ഗ്രോത്ത് മോഡൽ ഇൻ കാൽക്കുലേറ്റിംഗ് ദ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. അല്ലെ? അതായത് ഒരു കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്കുള്ള രണ്ട് മെത്തേഡ്സ് ആണ്. വൺ ഈസ് DVA മോഡൽ, മറ്റേത് ഏതാ? ഈ പറയുന്ന പോലെ CAPM. അല്ലെ? ഇത് തമ്മിൽ എന്തൊക്കെ ഡിഫറൻസ് ആണുള്ളത്, ഏതാണ് കുറച്ചുകൂടെ ബെറ്റർ, അങ്ങനത്തെ ഒക്കെ ഉള്ള രീതിയിലാണ് സംസാരിക്കാൻ പറയുന്നത്. ഓക്കെ, ഡിസ്കസ് ചെയ്യാനാണ് പറയുന്നത് ഫോർ 4 മാർക്സ്. അല്ലെ? ഇപ്പൊ 4 പോയിന്റ് എഴുതിയാൽ അതിന്റെ പ്രശ്നം തീരും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് എക്സ്പ്ലെയിൻ ദ കണക്ഷൻ ബിറ്റ്വീൻ ക്രെഡിറ്റർ ഹയറാർക്കി ആൻഡ് റിലേറ്റീവ് കോസ്റ്റ് ഓഫ് സോഴ്സ് ഓഫ് ഫിനാൻസ്. ഈസി ക്വസ്റ്റ്യൻ അല്ലേ? ക്രെഡിറ്ററിന്റെ ഹയറാർക്കി എന്താണെന്നുള്ളത് നോക്കുക, അല്ലെങ്കിൽ അത് വെച്ചിട്ട് എങ്ങനെയാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആയിട്ട് ഇത് റിലേറ്റ് ചെയ്തിരിക്കുന്നത് എന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനെന്താണ് 5 മാർക്സ് ആണ്. ഫൈൻ, പ്രശ്നമൊന്നുമില്ലല്ലോ. ഇപ്പം നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഈ സെക്ഷൻ ബിയിലെ ക്വസ്റ്റ്യൻ ബിയും ക്വസ്റ്റ്യൻ സിയും എന്താണ്, ഭയങ്കര ജനറൽ ക്വസ്റ്റ്യൻ ആണ് അല്ലെ? അതിന് സിനാരിയോ ആവശ്യമുണ്ടോ? ഇല്ല അല്ലെ? നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് നമുക്ക് കിട്ടുന്ന പോയിന്റ്സ്, അറിയാവുന്ന പോയിന്റ്സ് വേഗം വേഗം ടൈപ്പ് ചെയ്ത് വെക്കാം. പ്രത്യേകിച്ച് ഒരു എക്സാം സിനാരിയോയിലൊക്കെ ആലോചിക്കുന്ന സമയത്ത് നമുക്ക് ടൈം ഉണ്ടാവില്ല, എന്താണെങ്കിലും അവിടെ ടൈം പ്രഷർ ഉണ്ടായിരിക്കും അല്ലെ? അപ്പോൾ ആ സമയത്ത് ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? സിനാരിയോ ഒന്നും വായിക്കുന്ന പെട്ടെന്ന് നമുക്കറിയാവുന്ന ബെസ്റ്റ് പോയിന്റ്സ് എഴുതിയെടുക്കുക. ഈ മലയാളം എസ്സേ ഒക്കെ നമ്മൾ പണ്ട് എഴുതുമ്പോൾ യൂസ് ചെയ്യുന്ന ഒരു ലോജിക് ഉണ്ടായിരുന്നു. ആദ്യത്തെ ഒരു 20 മാർക്സ് ക്വസ്റ്റ്യൻ വരുവാണ്, എന്താണെങ്കിലും നമുക്ക് അതിനകത്ത് ആദ്യത്തെ ഒരു 6 മാർക്സ് 10 മാർക്സ് ഗെയിൻ ചെയ്യാൻ ഈസിയാണ് അല്ലെ? പിന്നെയുള്ള മാർക്സിനാണ് എന്ത് വേണ്ടത്? ഭയങ്കരമായിട്ടുള്ള അക്കാഡമിക് ബ്രില്യൻസ് വേണ്ടത്. അപ്പൊ അതേപോലെ ഒരു 20 മാർക്ക് ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനത്തെ സംഭവങ്ങൾക്കൊന്നും, ഇതൊക്കെ നമുക്ക് ഈസിയാണ്. പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഒക്കെ പഠിച്ചു വെക്കുന്ന സാധനങ്ങളാണ്. നേരെ എന്ത് ചെയ്യാം, ടൈപ്പ് ചെയ്ത് വെക്കാം അല്ലെ? പിന്നെയാണ് സിനാരിയോ ലിങ്ക്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. നമുക്ക് ഫോർ ദ സേക്ക് ഓഫ് ഡൂയിങ് ദിസ് ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം, സിനാരിയോ വായിച്ചിട്ട് നമുക്ക് ആദ്യത്തെ വാക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, കുഴപ്പമൊന്നുമില്ലല്ലോ, അടിപൊളിയല്ലേ? എല്ലാവരും ഇല്ലേ? ഓക്കെ, ചെയ്യാനുള്ള ഒരു കാര്യം എന്താണ്, നിർബന്ധമായിട്ടും എക്സൽ ഷീറ്റ് തുറന്നു വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കില്ല, വീഡിയോ വെറുതെ കണ്ടുകൊണ്ടിരിക്കില്ല, നമുക്ക് ഒപ്പം ചെയ്ത് തീർക്കാം. ഓക്കെ, അപ്പോൾ വാക്കാണ് കണ്ടുപിടിക്കുന്നതെന്ന് മനസ്സിലായി. ക്വസ്റ്റ്യൻ വായിക്കാൻ പോവാണേ. മാർബിൾ കമ്പനി wishes to calculate its current weighted average cost of capital as part of a review of company's performance in delivering shareholder value. Okay, വാക്ക് നോക്കുകയാണ്. Dividends per share paid to the ordinary shareholders in recent years are as follows. ഓക്കെ, ഡിവിഡൻഡ് പേ ചെയ്തതിന്റെ ഇയേഴ്സ് ആണ് 2017, 16, 15, 14. ഒക്കെ റിവേഴ്സ് ഓർഡറിലാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ ഒരു ഡിവിഡൻഡ് കൊടുത്തിരിക്കുന്നത് കാണുമ്പോൾ തന്നെ നമ്മളോട് വാക്ക് അല്ലേ ചോദിക്കുന്നത്? വാക്ക് കാണണമെങ്കിൽ അവിടെ എന്താണെങ്കിലും കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കണമെങ്കിൽ എന്താണെങ്കിലും ഗ്രോത്ത് വേണം. ഗ്രോത്ത് വേണമെങ്കിൽ എന്ത് വേണം? ഈ സംഭവം വേണം. അതൊക്കെ ഒന്ന് മനസ്സിൽ സെറ്റ് ചെയ്ത് വെച്ചോണേ. ഓക്കെ, കുഴപ്പമൊന്നുമില്ലല്ലോ. പിന്നെ പറയുന്നത് ദ ഡിവിഡൻഡ് ഫോർ 2018 ഓഫ് 0.84 പെർ ഷെയർ ഈസ് ഡ്യൂ ടു ബി പെയ്ഡ് ഷോർട്ട്ലി. ഈ വർഷത്തെ ഷെയർ എത്രയാണ്? 0.84 ആണ്. ഓക്കെ, മാർബിൾ കമ്പനി ഹാസ് ഇൻ ഇഷ്യൂ 226 മില്യൺ ഓർഡിനറി ഷെയർസ്. എത്ര മില്യൺ ഓർഡിനറി ഷെയർസ് ഉണ്ടെന്നാണ് പറയുന്നത്? 226 മില്യൺ ഓർഡിനറി ഷെയർസ് ഉണ്ട്. ആൻഡ് അതിന്റെ നോമിനൽ വാല്യൂ എത്രയാണ്? 0.5 പെർ ഷെയർ ആണ്. നോമിനൽ വാല്യൂ 0.5 പെർ ഷെയർ ആണ്. കുഴപ്പമൊന്നുമില്ലല്ലോ. ആൻഡ് കറന്റ് കം ഡിവിഡൻഡ് ഷെയർ പ്രൈസ്, കറന്റ് മാർക്കറ്റ് വാല്യൂ, കറന്റ് കം ഡിവിഡൻഡ് മാർക്കറ്റ് വാല്യൂ ആണ് തന്നിരിക്കുന്നത് അല്ലേ? എത്ര? 11.93 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ എന്ത് മനസ്സിലാക്കണം? നമുക്ക് കം ഡിവിഡൻഡ് യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, എക്സ് ഡിവിഡൻഡ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്ത് മനസ്സിൽ വെച്ചാൽ മതി, ചെയ്യാം. ഓക്കെ, അപ്പം മാർബിൾ കമ്പനി ഓൾസോ ഹാസ് ഇൻ ഇഷ്യൂ 20 മില്യൺ പ്രിഫറൻസ് ഷെയർസ് വിത്ത് എ നോമിനൽ വാല്യൂ ഓഫ് 1 പെർ ഷെയർ ആൻഡ് എ കറന്റ് എക്സ് ഡിവിഡൻഡ് മാർക്കറ്റ് പ്രൈസ് ഓഫ് 2.27 പെർ ഷെയർ. ഓക്കെ, പറയുന്ന കാര്യം എന്താ? 20 മില്യൺ പ്രിഫറൻസ് ഷെയർസ് ഉണ്ട് ഇഷ്യൂ. ഓക്കെ, ആൻഡ് നോമിനൽ വാല്യൂ, അതിന്റെ നോമിനൽ വാല്യൂ എത്രയാണ്? 1 പെർ ഷെയർ ആണ്. ആൻഡ് അതിന്റെ അതിന് മാർക്കറ്റ് പ്രൈസ് തന്നിട്ടുണ്ട്, അതും എക്സ് ഡിവിഡൻഡ്. ഈസി അല്ലേ? എക്സ് ഡിവിഡൻഡ് മാർക്കറ്റ് പ്രൈസ് ആണ്, നേരെ യൂസ് ചെയ്താൽ മതി. പിന്നെ പറയുന്നത് എന്താ? ഡിവിഡൻഡിനെ പറ്റി എന്താ പറഞ്ഞത്? 25% പെർ ഷെയർ പ്രിഫറൻസ് ഡിവിഡൻഡ് ഹാസ് ജസ്റ്റ് ബീൻ പെയ്ഡ്. 25% പെർ ഷെയർ പ്രിഫറൻസ് ഡിവിഡൻഡ് ആണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അടുത്തത് മാർബിൾ കമ്പനി ഇസ് പാർട്ട്ലി ഫിനാൻസ്ഡ് ബൈ 6.5% കൺവേർട്ടിബിൾ ലോൺസ്. അല്ലേ? ഇത്രയും വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഈ പാരാഗ്രാഫാണ് എന്ത്, നമ്മൾ ഇക്വിറ്റിനെ പറ്റി പറയുന്നത് മുഴുവൻ ഈ പാരാഗ്രാഫിലുണ്ട്. സെക്കൻഡ് പാരാഗ്രാഫിലാണ് എന്തുള്ളത്? പ്രിഫറൻസ് ഡിവിഡൻഡിനെ പറ്റി പറയുന്നത് അല്ലെ? ഫൈൻ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി മൂവിങ് ഓൺ ടു തേർഡ് വൺ, മിക്കവാറും എന്തായിരിക്കും? അപ്പോൾ ലോൺ നോട്ട് ആയിരിക്കും അല്ലെ? വിഇ ബൈ വിഇ പ്ലസ് വിഡി പ്ലസ് വിപി അല്ലെ? ഇപ്പം വിഇ കഴിഞ്ഞു, വിപി കഴിഞ്ഞു, വിഡി എന്ന് പറഞ്ഞ സാധനമാണ്. ബാക്കിന്റെ ഫോർമുല ആയിട്ടോ പറഞ്ഞ. മാർബിൾ കമ്പനി ഈസ് പാർട്ട്ലി ഫിനാൻസ്ഡ് ബൈ 6.5% കൺവേർട്ടിബിൾ ലോൺ നോട്ട്സ് വിത്ത് എ ടോട്ടൽ നോമിനൽ വാല്യൂ ഓഫ് 94 മില്യൺ. 94 മില്യൺ ആണ് എന്ത്? അതിന്റെ ടോട്ടൽ നോമിനൽ വാല്യൂ. ഓക്കെ, സാധാരണ നോമിനൽ വാല്യൂ എപ്പോഴും മറ്റേ പെർ ലോൺ നോട്ട് കോസ്റ്റ് ആയിരുന്നു പറയുന്നത്, പെർ ലോൺ നോട്ട് വാല്യൂ ആയിരുന്നു പറയുന്നത്.
ഇത് 6.5% ആണ് അതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ്. ആൻഡ് അത് കൺവേർട്ടബിൾ ലോൺ നോട്ടാണ്. ഓക്കെ, അപ്പൊ റെഡീം ചെയ്യുന്ന കാര്യം ഉണ്ടായിരിക്കും അല്ലെ. ഓക്കെ, ഇൻട്രസ്റ്റ് ഓൺ ദ ലോൺ നോട്ട്സ് ഹാസ് ജസ്റ്റ് ബീൻ പെയ്ഡ്. ഇൻട്രസ്റ്റ് എന്ത് ചെയ്തു, ജസ്റ്റ് കൊടുത്തു കഴിഞ്ഞേ ഉള്ളൂ. ആൻഡ് ലോൺ നോട്ട്സ് ഹാവ് ആൻ എക്സ് ഇൻട്രസ്റ്റ് മാർക്കറ്റ് വാല്യൂ ഓഫ് 107.11 per 100 നോമിനൽ വാല്യൂ ലോൺ നോട്ട്. ഓക്കെ, ലോൺ നോട്ടിന്റെ നോമിനൽ വാല്യൂ 100 ആണ്, അതിന്റെ മാർക്കറ്റ് വാല്യൂ അതും എക്സ് ഇൻട്രസ്റ്റ് ആണ് തന്നത്. വേറെ കാൽക്കുലേഷനോ കാര്യങ്ങളോ പോകേണ്ട. കം ഇൻട്രസ്റ്റ് ആണ് തന്നതെങ്കിലോ നമ്മൾ എന്ത് ചെയ്യണം, ഇൻട്രസ്റ്റിന്റെ വാല്യൂ കുറയ്ക്കണം. എക്സ് ഇൻട്രസ്റ്റ് വേണം ഇപ്പോൾ യൂസ് ചെയ്യാൻ. ഓക്കെ, ഇവിടെ ഇപ്പോൾ അതിന്റെ ആവശ്യമില്ല, എല്ലാം ഡയറക്റ്റ് തന്നിട്ടുണ്ട്. അറ്റ് ദ എൻഡ് ഓഫ് 5 years the loan notes will either be redeemed at nominal value or converted into 8 ordinary shares of Marble Company per loan note. ഓക്കെ, 5 വർഷം കഴിഞ്ഞിട്ട് എന്താ പറയുന്നത്, ലോൺ നോട്ട്സ് ഒന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നോമിനൽ വാല്യൂല് റിഡീം ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് 8 ഓർഡിനറി ഷെയർസ് അല്ലേ, ഓർഡിനറി ഷെയർസ് റിഡീം ചെയ്യാം. ആൻഡ് ആ സമയത്ത് ഓർഡിനറി ഷെയർസിന്റെ ഫ്യൂച്ചർ ഷെയർ പ്രൈസ് ഗ്രോത്ത് ഈസ് എക്സ്പെക്ടഡ് ടു ബി 6% എന്നാണ് പറയുന്നത്. Okay, the loan notes are secured on the current assets of Marble Company. Okay, and Marble Company pays corporation tax of 26%. ഇതൊക്കെ ചെറിയ ചെറിയ ട്രാപ്പ് ആട്ടോ. ഓക്കെ, ശ്രദ്ധിച്ചില്ലെങ്കിൽ മാർക്ക് പോകുന്ന കേസാണ്. നമ്മൾ മിക്കവാറും ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് 30% എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ശീലത്തിലായിരിക്കും അല്ലെ. പക്ഷെ അവിടെയാണ് കോർപ്പറേഷൻ ടാക്സ് എന്ന് പറയുന്നത് 26% എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഫൈൻ, കുഴപ്പമില്ല, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും, എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും? യെസ്, നമ്മളോട് എന്താ ചോദിച്ചേ, വാറ്റ് ആണ് അല്ലെ. വാറ്റ് ആണെങ്കിൽ ഓഫ് കോഴ്സ് അവിടെ എന്തായാലും നമ്മൾ ഓർഡിനറി ഷെയർസിന്റെ മാർക്കറ്റ് വാല്യൂ നമുക്ക് വേണം. 1 second. യെസ്, ഓർഡിനറി ഷെയർസിന്റെ മാർക്കറ്റ് വാല്യൂ നമ്മളോട് പറയണം. പിന്നെ ഏതാ, സെക്കൻഡ് വൺ വാസ് പ്രിഫറൻസ് ഡിവിഡൻഡ് അല്ലെ, പ്രിഫറൻസ് ഡിവിഡൻഡ്. ആൻഡ് ലാസ്റ്റ് വൺ വാസ് ലോൺ നോട്ട്സ്. കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ, ഇതിന്റെ ഒക്കെ എന്താ കണ്ടുപിടിക്കേണ്ടത്, ടോട്ടൽ മാർക്കറ്റ് വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. സോറി, യെസ്, ടോട്ടൽ മാർക്കറ്റ് വാല്യൂ എനിക്ക് കണ്ടുപിടിക്കണം. അതേപോലെ എന്താണ് ഇതിന്റെയൊക്കെ കോസ്റ്റ്, KE അല്ലെങ്കിൽ KD അല്ലെങ്കിൽ KP, അതും എനിക്ക് കണ്ടുപിടിക്കണം അല്ലെ. എങ്ങനെ കണ്ടുപിടിക്കും? ഇപ്പൊ ഓർഡിനറി ഷെയർസിന്റെ ഒക്കെ കാര്യം പറയുകയാണെങ്കിൽ, ഓക്കെ 1 second. യെസ്, ഓർഡിനറി ഷെയർസിന്റെ ഒക്കെ കാര്യം പറയുകയാണെങ്കിൽ എന്നോട് എന്താ ക്വസ്റ്റ്യനിൽ പറയുന്നത്, 226 മില്യൺ ഷെയർസ് ഉണ്ട് എനിക്ക് അല്ലെ. ആൻഡ് അതിന്റെ ഇപ്പോഴത്തെ ഷെയർ പ്രൈസ് എത്രയാണ്, 11.93 ആണ്. അത് കൺഡിവിഡന്റ് ആണ് അല്ലെ. ഞാൻ എന്ത് ചെയ്യാണ്, രണ്ട് ഹെഡിങ്ങും കൂടെയാണ്. ഒന്ന് നമ്പർ ഓഫ് ഷെയർസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ലോൺ നോട്ട്സ്, നമ്പർ എന്ന് പറഞ്ഞിട്ടുള്ള സാധനം. പിന്നെ എന്ത് ചെയ്യാണ്, സെക്യൂരിറ്റി വാല്യൂ. കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ, ഇവിടെ എന്താണ് 226 മില്യൺ ഷെയർസ് ആണ് എനിക്കുള്ളത്. ആൻഡ് ഒരു ഷെയറിന് എത്രയാണ് പ്രൈസ് പറഞ്ഞത്, 11.93 ആണ്. 11.93 ആണ് ഷെയർ പ്രൈസ് പറഞ്ഞത്. പക്ഷെ ഇതെന്താണ്, ഇത് കൺഡിവിഡന്റ് ആണ്. ഞാൻ അതിന് എന്ത് ചെയ്യണം, എക്സ് ഡിവിഡന്റ് ആക്കാം. ഓക്കെ, ലേറ്റസ്റ്റ് ഷെയർ ഡിവിഡന്റ് എത്രയാണ്, 0.84 അല്ലെ. ഞാൻ എന്ത് ചെയ്യണം, കൺഡിവിഡന്റ് ആക്കി. ഇനി ടോട്ടൽ മാർക്കറ്റ് വാല്യൂ കാണാൻ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. യെസ്, ഓക്കെ, ഡൺ. ഓക്കെ, കുഴപ്പമൊന്നുമില്ലല്ലോ. സെക്യൂരിറ്റി വാല്യൂ, ടോട്ടൽ മാർക്കറ്റ് വാല്യൂ, കോസ്റ്റ്, കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ, ഇത്രയും പരിപാടി ഈസ് ഡൺ. അടുത്തത് ഇനിയിപ്പോ എനിക്ക് KE കണ്ടുപിടിക്കണം അല്ലെ. അതാണ് എന്റെ മുമ്പിലെ അടുത്തൊരു ടാസ്ക് എന്ന് പറയുന്നത്. ഞാൻ എന്ത് ചെയ്യണം, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഹെഡിങ് കൊടുക്കുകയാണ്. ഓക്കെ, KE കണ്ടുപിടിക്കണമെങ്കിൽ എനിക്ക് എന്ത് വേണം, നേരെ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ, ഇല്ല. ഇവിടെ എന്തുണ്ട്, ഇവിടെ കൃത്യമായിട്ട് ഗ്രോത്ത് ഉണ്ട് അല്ലെ. ആ ടേബിൾ വന്ന എന്തിനാണ്, ഗ്രോത്ത് കണ്ടുപിടിക്കാനാണ്. സോ ഐ ഷുഡ് ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് ഗ്രോത്ത്. ഓക്കെ, ജിയുടെ ഫോർമുല എന്തായിരുന്നടാ, യെസ്, ഈസിക്കൽ ടു ലേറ്റസ്റ്റ് ഡിവിഡൻഡ് ബൈ ഏർലിയസ്റ്റ് ഡിവിഡൻഡ് ആണ് അല്ലെ. ലേറ്റസ്റ്റ് ഡിവിഡൻഡ് എത്രയാണ്, 0.84 ആണ് നമ്മുടെ ഇവിടുത്തെ ലേറ്റസ്റ്റ് ഡിവിഡൻഡ്. ഏർലിയസ്റ്റ് ഡിവിഡൻഡോ 0.69. ഓക്കെ, ടേബിൾ തന്നിരിക്കുന്നത് ഡയറക്ഷൻ ഒക്കെ നോക്കണേ, എങ്ങനെയാണ് അവർ ഇതിനെ പ്രസന്റ് ചെയ്തതെന്നൊക്കെ. ഓക്കെ, സോ 0.84 ഡിവൈഡഡ് ബൈ 0.69 റേസ് ടു എന്താ ചെയ്യേണ്ടത്, 1 ഡിവൈഡഡ് ബൈ 4. 4 എടുക്കാൻ കാര്യം എന്താ, ഇത്ര ജംപ്സ് ആണോ ഉള്ളതെന്നാണ് ഞാൻ നോക്കുന്നത് അല്ലെ. ഇപ്പം ആദ്യം 0.69 ആയിരുന്നു, 0.73 ആയി, 1 ജംപ്, 2 ജംപ്, 3 ജംപ്, 0.84 4th ജംപ്. ഓക്കെ, കുഴപ്പമൊന്നുമില്ലല്ലോ. -1. ഇതാണ് എന്ത്, ഗ്രോത്തിന്റെ ഫോർമുല അല്ലെ. ഹിസ്റ്റോറിക്കൽ ഡിവിഡൻഡ് ഗ്രോത്ത് മോഡലിലെ ഗ്രോത്ത് കണ്ടുപിടിക്കാൻ എന്താണ്, ഇതാണ് ഫോർമുല. നമുക്ക് എത്ര ഇട്ട് ഗ്രോത്ത് കിട്ടി, ഫൈൻ, പ്രശ്നമൊന്നുമില്ലല്ലോ. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, KE കണ്ടുപിടിക്കാം. KE എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്, ഈസിക്കൽ ടു ഫോർമുല എന്താ, D0, യെസ്, D0 1 + G ഡിവൈഡ് ബൈ P0 + D. സിമ്പിൾ ആയിട്ടുള്ള സാധനം. ഈസിക്കൽ ടു D0 എന്ന് പറയുന്നത് എത്ര, 0.84. ഓക്കെ, ഇൻറ്റു 1 + G
ഞാൻ ജി ഇത് സെലക്ട് ചെയ്യുകയാണ്. ഓക്കെ, ഈസിക്കൽ ടു D01 into 1 plus G divided by K minus G divided by K എത്ര, സോറി ഡിവൈഡഡ് ബൈ P0 പ്ലസ് ടി അല്ലെ, ഡിവൈഡഡ് ബൈ P0 പ്ലസ് ടി. ഇവിടെ ഏതാ P0 എന്ന് പറഞ്ഞ ഏതാ, ഇതാണ് P0 അല്ലെ. ഫൈൻ, ഓക്കെ, പ്ലസ് ജി പ്ലസ് എത്ര, പ്ലസ് ജി എന്ന് പറയുമ്പോൾ 0.05041. ഓക്കെ, സോറി 7. കുഴപ്പമൊന്നുമില്ലല്ലോ. എന്ത് ചെയ്യാണ്, യെസ് എൻ്റർ അടിക്കുകയാണ്. എനിക്ക് എത്ര കിട്ടി, K 13% കിട്ടി. ഫൈൻ, പ്രശ്നമൊന്നുമില്ലല്ലോ. ഞാൻ ഇവിടെ എന്ത് എഴുതി വെക്കുകയാണ്, 0.13 എഴുതി വെക്കുകയാണ്. ഓക്കെ ഓക്കെ, ഡൺ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി മൂവിങ് ഓൺ ടു പ്രിഫറൻസ് ഡിവിഡൻഡ്. ഇത്രേ ഉള്ളൂ. എന്ത് ഓർഡിനറി ഷെയർസിന്റെ പരിപാടികളെല്ലാം കഴിഞ്ഞു. ആദ്യത്തെ ആ പാരഗ്രാഫിനെ നമുക്ക് മാർക്ക് അല്ലെ. ഇനി മൂവിങ് ഓൺ ടു പ്രിഫറൻസ് ഡിവിഡൻഡ്. പ്രിഫറൻസ് ഡിവിഡൻഡിന്റെ കാര്യത്തിൽ എത്ര പറയുന്നത്, എത്ര മില്യൺ ലോൺ നോട്ട്സ് ഉണ്ടെന്ന് പറയുന്നത് 20 മില്യൺ ലോൺ നോട്ട്സ് ഉണ്ടെന്നാണ് പറയുന്നത് അല്ലെ. ആൻഡ് എക്സ് ഡിവിഡൻഡ് മാർക്കറ്റ് പ്രൈസ് എത്രയാണ്, 2.27 അല്ലെ, ഈസ് ഈക്വൽ ടു ദിസ് ഇൻടു ദിസ്. അതല്ലേ എന്റെ ടോട്ടൽ മാർക്കറ്റ് വാല്യൂ. ഞാൻ എന്ത് എഴുതി, 45.4 എഴുതി. ഇനി അടുത്തത് എന്താണ്, കെ പി കണ്ടുപിടിക്കണം അല്ലെ. കെ പി എനിക്ക് നേരെ എടുത്ത് എഴുതാൻ പറ്റുമോ, എനിക്ക് നേരെ എടുത്ത് എഴുതി വെക്കാൻ പറ്റുമോ, ഇല്ല. ഞാൻ എന്ത് ചെയ്യണം, കെ പി യെ കാണണം. എങ്ങനെ കെ പി കാണുന്നത്, കെ പി ഈസ് ഈക്വൽ ടു D0 ബൈ P0 അല്ലെ. എനിക്ക് എന്ത് കണ്ടുപിടിക്കാം, ഈസ് ഈക്വൽ ടു D0 എത്രയാണ്, കെ പിയുടെ കേസിൽ പറയുന്നുണ്ട്, അതായത് പ്രിഫറൻസ് ഡിവിഡൻഡിന്റെ കേസിൽ പറയുന്നുണ്ട് നോമിനൽ വാല്യൂ 1 ആണ്. നോമിനൽ വാല്യൂ 1 ആണ്. അതിന്റെ 25% ആണ് എന്തായിട്ട് കൊടുക്കുന്നത്, ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കുന്നത്. സോ ഐ ആം റൈറ്റിംഗ് 0.25. കുഴപ്പമൊന്നുമില്ലോ. $1 25% 0.25 ഡിവൈഡഡ് ബൈ മാർക്കറ്റ് പ്രൈസ്. മാർക്കറ്റ് പ്രൈസ് എത്രയാ, മാർക്കറ്റ് പ്രൈസ് എത്രയാ, 2.27. ഓൾ ഗുഡ്, ഡൺ, പ്രശ്നമൊന്നുമില്ലല്ലോ. ഓക്കെ, എനിക്ക് എന്ത് കിട്ടും, ഈസ് ഈക്വൽ ടു 11% എന്ന് കിട്ടും. ഫൈൻ, കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പം ഈസ് ഈക്വൽ ടു ഈ സെല്ല് ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി മൂവിങ് ഓൺ ടു ലോൺ നോട്ട്സ്. ഇതോടെ പ്രിഫറൻസ് ഡിവിഡൻഡ് പരിപാടി കഴിഞ്ഞു അല്ലേ. അടുത്തത് ലോൺ നോട്ട്സ് ആണ്. എന്താ പറയുന്നത്, ലോൺ നോട്ട്സ് എന്ന് പറയുന്നത് ടോട്ടൽ നോമിനൽ വാല്യൂ ഓഫ് 94 മില്യൺ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം അത് എത്ര ഉണ്ട്, അതിന്റെ കൗണ്ട് ഈസ് ഈക്വൽ ടു 94 മില്യൺ നോമിനൽ വാല്യൂ ആണ്. ആൻഡ് ലോൺ നോട്ടിന്റെ നോമിനൽ വാല്യൂ ഒരു 100 ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ടോട്ടൽ നമ്പർ ഓഫ് ലോൺ നോട്ട്സ് വിൽ ബി 0.94 മില്യൺ ആയിരിക്കും അല്ലെ. ആൻഡ് ഒരു ലോൺ നോട്ടിന്റെ എക്സ് ഇൻട്രസ്റ്റ് മാർക്കറ്റ് വാല്യൂ എത്രയാണ്, 107.11 ആണ് പറയുന്നത് അല്ലെ. Therefore this into this. എന്റെ ടോട്ടൽ ലോൺ നോട്ട്സിന്റെ വാല്യൂ എത്രയായിരിക്കും, ടോട്ടൽ മാർക്കറ്റ് വാല്യൂ, കറന്റ് മാർക്കറ്റ് വാല്യൂ എത്രയായിരിക്കും, 100.6834 ആയിരിക്കും. ഫൈൻ, പ്രശ്നമൊന്നുമില്ലോ. ഞാൻ ഇത് സമ്മ് ചെയ്യാണ്. ഇപ്പൊ എനിക്ക് എന്ത് കിട്ടി, ടോട്ടൽ മാർക്കറ്റ് വാല്യൂ കിട്ടി. ഫൈൻ, ഇതാണ് നമ്മുടെ എന്ത് മറ്റേ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത്. നമ്മൾ വാക്ക് കണ്ടുപിടിക്കുന്ന സമയത്തെ VE പ്ലസ് VD പ്ലസ് VP എന്നൊക്കെ പറയുന്ന സംഭവം എന്താണ്, അതാണ് ഇത്. ഫൈൻ, പ്രശ്നമൊന്നുമില്ലോ. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കണ്ടുപിടിച്ചു. കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ എന്നുള്ള രണ്ടാമത്തെ എന്റെ ഹെഡിങ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, സോറി ഗൈസ്. യെസ്, പ്രിഫറൻസ് ഷെയർ. ഓക്കെ, അടുത്തത് KD എന്ന് പറഞ്ഞിട്ടുള്ള സാധനം, കോസ്റ്റ് ഓഫ് ലോൺ നോട്ട്സ്. ഓക്കെ, എങ്ങനെ കണ്ടുപിടിക്കും കോസ്റ്റ് ഓഫ് ലോൺ നോട്ട്സ്, എങ്ങനെയായിരുന്നു ഇപ്പം ലോൺ നോട്ടിന്റെ കേസിൽ എങ്ങനെയായിരുന്നു കണ്ടുപിടിക്കുന്നത്, KD ഈസ് ഈക്വൽ ടു IRR. അത് ഓർമ്മയുണ്ടോ? ഫൈൻ, ഇപ്പം IRR കണ്ടുപിടിക്കണം അല്ലെ. IRR കണ്ടുപിടിക്കാൻ ഞാൻ എന്താ ചെയ്യുന്നത്, ഞാൻ എന്ത് എഴുതി വെക്കാണ് T0 T1 T2 T3 T4 T5. ഫൈൻ, പ്രശ്നമൊന്നുമില്ലല്ലോ. ഓക്കെ, T0 ഞാൻ എന്ത് എഴുതി വെക്കുകയാണ്, എന്റെ ലോൺ നോട്ടിന്റെ കോസ്റ്റ് ആണ് ഞാൻ എഴുതി വെക്കേണ്ടത്. ഇവിടെയൊക്കെ ഞാൻ എന്തായിരിക്കും എഴുതി വെക്കേണ്ടത്, ലോൺ നോട്ടിന്റെ പുറത്ത് ഞാൻ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ആയിരിക്കും എഴുതി വെക്കേണ്ടത്. 5th ഇയറിൽ എന്തുണ്ടായിരിക്കും, റിഡംഷൻ വാല്യൂ ഉണ്ടായിരിക്കും അല്ലെ. ഫൈൻ, പ്രശ്നമൊന്നുമില്ലല്ലോ. ഇനിയിപ്പോ കോസ്റ്റ് ഓഫ് ലോൺ നോട്ട്സ് ഞാൻ കണ്ടുപിടിക്കുകയാണ്. T0 എനിക്ക് വരുന്ന വാല്യൂ എത്രയാണ്, ഇതിന്റെ മാർക്കറ്റ് വാല്യൂ ഈസ് ഈക്വൽ ടു 107.11 ആയിരിക്കും. ഫൈൻ, പ്രശ്നമൊന്നുമില്ലല്ലോ. ഇനി T1 ഏത് വാല്യൂസ് ആയിരിക്കും വരുന്നത്, ഏത് വാല്യൂസ് ആയിരിക്കും, ഇൻട്രസ്റ്റ് റേറ്റ് ആണ് അല്ലെ. ഇൻട്രസ്റ്റ് റേറ്റ് എത്ര, 6.5% അല്ലേ പറയുന്നത് അല്ലെ. ഈസ് ഈക്വൽ ടു 100 into 6.5% into ഈസ് ഈക്വൽ ടു 100 into 6.5% into ഇത്രയല്ലേ വരുള്ളൂ, അല്ല. ടാക്സ് സേവിങ് നമ്മൾ കൺസിഡർ ചെയ്യണം. 1 മൈനസ് ടാക്സ് എത്രയായിരുന്നു, 26% ആയിരുന്നു. 1 മൈനസ് 0.26
എനിക്ക് എത്ര വരും? 4.81 വരും. ഓക്കെ, ഫൈൻ, പ്രശ്നമൊന്നുമില്ല. ഈ ഇൻട്രസ്റ്റ് നമ്മൾ അങ്ങോട്ട് കൊടുക്കാനുള്ളതല്ലേ, അല്ലെ? കമ്പനി അങ്ങോട്ട് കൊടുക്കാനുള്ളതാണ്. ഞാൻ ഇതിന് എന്താ ചെയ്യുകയാണ്? നെഗറ്റീവായിട്ട് എഴുതി വെക്കുകയാണ്. ഇത് തന്നെയാണ് T5 വരെയുള്ള ക്യാഷ് ഫ്ലോസ്. ഫൈൻ, പ്രശ്നമൊന്നുമില്ലല്ലോ. ഓക്കെ, ഇനി T5 എക്സ്ട്രാ ഒരു കാര്യം കൂടെ നടക്കും. ഏതാണ്? റിഡംഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം നടക്കും, അല്ലെ? റിഡംഷൻ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം. റിഡംഷൻ എന്താണെന്ന് പറഞ്ഞാൽ, ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നോമിനൽ വാല്യൂവിൽ റിഡീം ചെയ്യാം, അല്ലെ? റിഡംഷൻ വാല്യൂ, റിഡംഷൻ വാല്യൂ, യെസ്, റിഡംഷൻ വാല്യൂ. ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? $100 നിങ്ങൾക്ക് റിഡീം ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിലോ അല്ല എന്നുണ്ടെങ്കിൽ 8 ഷെയർ ആണ് തരുന്നത്, അല്ലെ? 8 ഷെയർ ആണ് തരുന്നത്. ആ ഷെയറിന്റെ മാർക്കറ്റ് വാല്യൂ, ഗ്രോത്ത് പ്രൈസ് ഒക്കെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ആഫ്റ്റർ 5 ഇയേഴ്സ് ആണ് റിഡീം ചെയ്യുക. അപ്പൊ ആഫ്റ്റർ 5 ഇയേഴ്സ് ഈ ഷെയർ പ്രൈസ് എന്തായിരിക്കും എന്നുള്ളത് നോക്കാം. ഓക്കെ, ഈസ് ഇക്വൽ ടു, ഇപ്പോൾ കറന്റ് ഒരു ഷെയറിന് എത്രയാണ് പ്രൈസ്? 11.09 ആണ്, അല്ലെ? ഫൈൻ, പ്രശ്നമൊന്നുമില്ലല്ലോ. പ്ലീസ് ഇൻറ്റു എത്ര ഗ്രോത്ത് റേറ്റ് പറഞ്ഞ 1.06 അല്ലേ? 06 റേസ് ടു 5 ഇയേഴ്സിലോട്ട് ഞാൻ കൊടുക്കുകയാണ്. ഓക്കെ, ഇങ്ങനത്തെ എത്ര ഷെയറിന്റെ കാര്യമാണ് പറയുന്നത്? 8 ഷെയറിന്റെ കാര്യമാണ് പറയുന്നത്, അല്ലെ? ഫൈൻ, കുഴപ്പമില്ലല്ലോ. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്? റിഡംഷൻ വാല്യൂ കണ്ടുപിടിക്കുകയാണ്. ഓക്കെ, എനിക്ക് എന്ത് മനസ്സിലായി? 118 ആയിരിക്കും എന്റെ റിഡംഷൻ വാല്യൂ എന്ന് പറയുന്നത്, അല്ലെ? 100 ആണോ 118 ആണോ? സ്വാഭാവികമായിട്ടും എല്ലാവരും എന്തായിരിക്കും എടുക്കുക? 118 ആയിരിക്കും എടുക്കുക. ഫൈൻ, ഈസ് ഈക്വൽ ടു, ഞാൻ എന്ത് എഴുതി വെക്കുകയാണ്? ഇത് എഴുതി വെക്കുകയാണ്. ഫൈൻ, പ്രശ്നമൊന്നുമില്ലല്ലോ. ഓക്കെ, ഇത്രയും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എന്റെ കയ്യിൽ എന്തായി? ക്യാഷ് ഫ്ലോസ് ആയി. ലോൺ നോട്ടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്യാഷ് ഫ്ലോസ് എല്ലാമായി. ഓക്കെ, ഞാൻ എന്ത് ചെയ്യാണ്? ജസ്റ്റ് അതൊന്ന് താഴോട്ട് ചെയ്യാണ്, കോപ്പി ചെയ്യാണ്. യെസ്, ഓക്കെ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഡൺ. ഇനി എനിക്ക് എന്ത് കണ്ടുപിടിക്കാം? KD ഈസ് ഇക്വൽ ടു IRR, അല്ലെ? ഞാൻ എഴുതി വെക്കുകയാണ്. IRR ഈസ് ഇക്വൽ ടു IRR. ഫോർമുല നേരെ ഫംഗ്ഷൻ ഇടുകയാണ്. നേരെ ക്യാഷ് ഫ്ലോസ് മുഴുവൻ സെലക്ട് ചെയ്യുന്നു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. യെസ്, ഡൺ. എനിക്ക് എന്തായി? 6% കിട്ടി. എന്റെ IRR. ഫൈൻ, പ്രശ്നമൊന്നുമില്ലല്ലോ. ഓക്കെ, ഇതായിരിക്കും എന്റെ KD എന്ന് പറഞ്ഞിട്ട്. ഇതിൽ ഞാൻ എന്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്? ടാക്സിന്റെ അഡ്ജസ്റ്റ്മെന്റ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. വേറെ ഇനി സെപ്പറേറ്റ് ആഫ്റ്റർ ടാക്സ് ഒന്നും കണ്ടുപിടിക്കാൻ നിൽക്കില്ല. കൺഫ്യൂഷൻ ആവശ്യമില്ലാതെ നമ്മൾ കൺഫ്യൂസ്ഡ് ആവല്ലേ. ഓക്കെ, ഞാൻ എന്ത് ചെയ്യണം? ഇനി കോസ്റ്റിന്റെ അവിടെ എത്ര? 6% അല്ല, 0.06 എന്ന് പറഞ്ഞ എഴുതി വെക്കും. ഓക്കെ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ബാക്കി കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം മാർക്കറ്റ് വാല്യൂ കിട്ടി, ഡെപ്റ്റ് കിട്ടി. നമുക്ക് ഇനി എന്താ? വാക്കിന്റെ കാൽക്കുലേഷനിലോട്ട് കിടക്കാം. വാക്കിന്റെ കാൽക്കുലേഷൻ ഇങ്ങനെ ഫോർമുല ഇങ്ങനെ VE ഇൻറ്റു KE ഡിവൈഡ് ബൈ VE പ്ലസ് VD പ്ലസ് VP പ്ലസ് VD, അങ്ങനല്ലേ? ഓരോന്നോരോന്നും അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് പോലെ ഞാൻ എന്ത് ചെയ്യാണ്? നേരെ മൾട്ടിപ്ലൈ ചെയ്യാണ്. സോ ദാറ്റ് ഐ ക്യാൻ ഡ്രാഗ് ഇറ്റ് ഈസിലി. ഞാൻ എന്ത് ചെയ്യാണ്? താഴോട്ട് നേരെ ഡ്രാഗ് ചെയ്യാണ്. ഓക്കെ, ഫൈൻ, പ്രശ്നമൊന്നുമില്ലല്ലോ. യെസ്, ഓക്കെ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഈസ് ഈക്വൽ ടു ഇതിന്റെയും സമ്മ ഞാൻ എടുക്കുകയാണ്. ഓക്കെ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഇതാണ് ടോട്ടൽ മാർക്കറ്റ് വാല്യൂ ഇൻറ്റു കോസ്റ്റ് എന്ന് പറഞ്ഞത് ഇതാണ്, അല്ലെ? ഓരോ സാധനത്തിന്റെ വെയിറ്റേജ് ഇതിനെ ഡിവൈഡ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? ബാക്ക് ഈസ് ഈക്വൽ ടു ദിസ് ഡിവൈഡഡ് ബൈ ദിസ്. എനിക്ക് എത്ര കിട്ടും? ആൻസർ യെസ്, 12.7. വാറ്റ് ഈസ് ഈക്വൽ ടു 12.7 ഈസ് ഈക്വൽ ടു 12.7%. ഓക്കെ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഇത്രയും ഉള്ളൂ നമ്മുടെ കാൽക്കുലേഷൻ എന്ന് പറഞ്ഞത്. ഇത് തന്നെ ഒന്ന് സ്ട്രക്ചർ ചെയ്ത് ഒന്നുകൂടെ ഒന്ന് ഓർഡർ ആക്കി വെച്ചാൽ മതി. ഓക്കെ, എന്റെ കോസ്റ്റ് ഓഫ് ലോൺ നോട്ട്സ് ഞാൻ ഇവിടെ പറയുന്നു. ഇവിടെ വേണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? ഒരു ഗ്യാപ്പ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർസ്, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി, അല്ലെ? ഫൈൻ, കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ക്വസ്റ്റ്യനിൽ ആകെ ഉള്ളൂ. ഈസി അല്ലേ? നമ്മളോട് ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ഓക്കെ, ഇതിൽ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. ഒന്ന് വാക്ക് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ പേപ്പറിൽ കുറെ കാൽക്കുലേഷൻസ് വരാൻ സാധ്യതയുണ്ട്. ഒരിക്കലും ചെയ്യരുത്. ഓക്കെ, നിങ്ങൾ പേപ്പറിൽ ചെയ്തോ, ഇനി അതാണ് കംഫർട്ടബിൾ എങ്കിൽ അതിൽ ചെയ്തോ. പക്ഷേ യു ഷുഡ് റൈറ്റ് എവറിത്തിങ് ഇൻ ടു ദിസ് തിങ്. ഓക്കെ, കാരണം ACCയുടെ മാർക്കിംഗ് സ്കീം ഉണ്ടോ?
ഡിവിഡൻഡ് ഗ്രോത്ത് കാൽക്കുലേഷൻ, ഗ്രോത്ത് കണ്ടുപിടിക്കുന്നതിന് യു ആർ ഗെറ്റിംഗ് 1 മാർക്ക്, അല്ലെ? കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കണ്ടുപിടിക്കുന്നതിന് യു ആർ ഗെറ്റിംഗ് 1 മാർക്ക്. ഇതൊക്കെ ശരിക്കും ചെറിയ ചെറിയ കാര്യങ്ങളാണ്, അല്ലെ? ഇപ്പം ഇതെല്ലാം നിങ്ങളുടെ പേപ്പറിലായി പോയാൽ ഈ മാർക്സ് നിങ്ങൾക്ക് കിട്ടുമോ? ഇല്ല. ഓക്കെ, വാക്കിന്റെ ഒരു ഫൈനൽ ആൻസറിന്റെ ഒരു വാല്യൂ മാത്രമേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, ഫൈൻ, പ്രശ്നമൊന്നുമില്ലല്ലോ, ഉറപ്പല്ലേ? ഓക്കെ, ഇത്രയേ ഉള്ളൂ. എന്ത്, നമുക്കിപ്പോ എത്ര മാർക്സ് കിട്ടിയെന്നോ? 11 മാർക്സ് കിട്ടി. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നേരെ എന്ത് ചെയ്യുക? എനിക്കൊക്കെയാണ് ചോദിക്കുന്നതെങ്കിൽ ഇത് വേണമെങ്കിൽ ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ഫോർമാറ്റ് പോലെ കാണാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ ഒരു ആൻസർ കീ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ബാക്കിയുള്ള ആൻസേഴ്സും കൂടെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. യെസ്, അത് നമ്മൾ ചെയ്യുന്നില്ല കേട്ടോ. തിയറി നമ്മൾ റൈറ്റ് ഡൗൺ ചെയ്ത് നമുക്ക് പോയിന്റ്സ് ഡിസ്കസ് ചെയ്യാം. ഡിസ്കസ് ദ റിലേറ്റീവ് മെറിറ്റ്സ് ഓഫ് ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ ആൻഡ് ഡിവിഡൻഡ് ഗ്രോത്ത് മോഡൽ ഇൻ കാൽക്കുലേറ്റിംഗ് ദ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. ഡിവിഡൻഡ് ഗ്രോത്ത് മോഡലിനെയും ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡലിനെയും പറ്റിയാണ് പറയുന്നത്. ഇവര് കപ്ലാനിലെ കിറ്റിൽ ഇവർ പ്രത്യേകം പറയുന്ന ഒരു സംഭവമുണ്ട്, വെരി ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിക്കണം. അതായത് ഈ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പോയിന്റ്സ് ഇല്ലേ, ഹൈലൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പോയിന്റ്സ് ആൻസറിലുണ്ടെങ്കിൽ അതിന് എന്താണെങ്കിലും മാർക്സ് ഉണ്ട്. ബാക്കിയുള്ളതൊക്കെ മിസ് ഔട്ട് ആയാലും ഒരു കുഴപ്പമില്ല. ഹൈലൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്താണെങ്കിലും വേണം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അത്ര എഴുതിയാൽ മതി. ഇവരിപ്പോ 4 മാർക്സിന് ഇത്രയും എഴുതിയിട്ടില്ല, ഇത്ര എഴുതണോ നമ്മൾ? വേണ്ട. ഓക്കെ, ഒരു പോയിന്റിന് 1 മാർക്ക്, അല്ലെ? 1 മാർക്ക് ഫോർ 1 പോയിന്റ്, അങ്ങനെ കണ്ടാൽ മതി. അപ്പൊ എങ്ങനെയാണ് പറയുന്ന കാര്യം? ഇത്രേ ഉള്ളൂ. CAPM ആയിട്ട് ഇവർ പറയുന്ന കാര്യമുള്ളൂ. CAPM-ലാണ് എന്തുള്ളത്? റിസ്കിന്റെ ഒരു എലമെന്റ് ഉള്ളത്, അല്ലെ? എല്ലാ ബിസിനസ് ഓണേഴ്സും ഫേസ് ചെയ്യുന്ന ഒരു സംഭവം എന്താണ്? റിസ്ക് ആണ്, അല്ലെ? അപ്പം അത് വെച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ? നമ്മൾ ഓരോ കാര്യങ്ങളുടെ റിട്ടേൺസ് കാര്യങ്ങളെല്ലാം തീരുമാനിക്കാൻ, അല്ലെ? ഇപ്പം ഡിവിഡൻഡ് ഗ്രോത്ത് മോഡൽ എന്താ പറയുന്നത്? കഴിഞ്ഞ വർഷങ്ങളിൽ ഞാൻ ഇത്രയും ഡിവിഡൻഡ് കൊടുത്തിട്ടുണ്ട്, അത് തന്നെയായിരിക്കും ഇനിയും കൊടുക്കുക എന്ന് പറയുന്ന ഒരു അസംഷൻ ആണ്, അല്ലെ? അതിൽ റിസ്കിന്റെ എലമെന്റ് ഉണ്ടോ? ഇല്ല, കുറവാണ്. ഓക്കെ, അവർ ഭയങ്കര ഇൻഡയറക്റ്റ് ആയിട്ട് അതിലോട്ട് കൊണ്ടുവരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഡിവിഡൻഡ് ഗ്രോത്ത് മോഡലിൽ കൺസിഡർ ചെയ്യുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള റിസ്ക് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന്റെ KE കൂടുതലായിരിക്കും, അല്ലെ? റിസ്ക് കൂടുമ്പോൾ KE, കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയും എന്ത് കൂടും? ഇൻക്രീസ് ചെയ്യും. ആൻഡ് അപ്പം എന്ത് വരും? നിങ്ങളുടെ ഷെയർ പ്രൈസ് കുറയും. ഫൈൻ, പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പം അങ്ങനെ ഷെയർ പ്രൈസ് കുറയുന്ന ആ ഒരു എഫക്ട് എന്താ? റിസ്കിന്റെ എലമെന്റ് തന്നെയാണെന്നാണ് പറയുന്നത്. പക്ഷെ അത് ഭയങ്കര ഇൻഡയറക്റ്റ് ആണ്, ഭയങ്കര വേഗമാണ്. കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട്, എക്സ്പ്ലിസിറ്റ് ആയിട്ട് ആരാണ്? CAPM ആണ് എന്ത് ചെയ്യുന്നത്? റിസ്കിന്റെ എലമെന്റിന് കൊണ്ടുവരുന്നത്. ഫൈൻ, കുഴപ്പമില്ലല്ലോ. ഓക്കെ, പിന്നെ പറയുന്നത് എന്താ? ഡിവിഡൻഡ് ഗ്രോത്ത് മോഡൽ അസ്യൂം ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ ഞാൻ എന്ത് ഡിവിഡൻഡ് കൊടുത്തോ, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിൽ എത്ര ഗ്രോത്തോടെയാണ് ഞാൻ ഡിവിഡൻഡ് കൊടുത്തത്, സെയിം ഗ്രോത്ത് ഞാൻ കണ്ടിന്യൂ ചെയ്യും, അല്ലെങ്കിൽ സെയിം ഡിവിഡൻസ് ഞാൻ കണ്ടിന്യൂ ചെയ്യും എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ രണ്ട് അസംഷനും എന്താണ്? തെറ്റാണ്. കാരണം ദിസ് ഈസ് ബിസിനസ് മാൻ. ഇത് അത്രയും എന്താ പറയുന്നത്, ഫ്രീക്വന്റ് ആയിട്ട് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണോ? അല്ല. സർക്കംസ്റ്റൻസ് മാറാം, അല്ലെ? ബിസിനസ് സിനാരിയോസ് മാറാം, കോണ്ടെക്സ്റ്റ് മാറാം, മാർക്കറ്റ് മാറാം. അപ്പൊ അതിനനുസരിച്ചൊക്കെ ചേഞ്ചസ് വരാം. ഒരിക്കലും എനിക്ക് അങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, ഫൈൻ, പ്രശ്നമൊന്നുമില്ലല്ലോ. പിന്നെ അടുത്ത ഒരു വീക്ക്നെസ് എന്ന് പറയുന്നത് എന്താണ്? ഇത് ടാക്സേഷൻ ഒക്കെ ഇഗ്നോർ ചെയ്യുന്നു എന്നുള്ളതാണ്. ടാക്സേഷൻ ഇഗ്നോർ ചെയ്യുന്നു, അതേപോലെ ഇഷ്യൂ കോസ്റ്റ് ഇഗ്നോർ ചെയ്യുന്നു. ബാക്കിയുള്ള കോസ്റ്റിനൊന്നും ആര് കൺസിഡർ ചെയ്യുന്നില്ല? DGM കൺസിഡർ ചെയ്യുന്നില്ല എന്നാണ്. ഓക്കെ, കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പം അതൊക്കെയാണ് എന്ത്? DGM-ന്റെ ഒരു വീക്ക്നെസ്. പിന്നെ CAPM-ന്റെ വീക്ക്നെസ് ആണ് പിന്നെ ഇവർ പറയുന്നത്. CAPM-ന്റെ വീക്ക്നെസ് ഇവർ പറയുന്നത് ഇത്രേ ഉള്ളൂ. അതായത് ഒരു ഫേമിന് ഇപ്പൊ നമ്മൾ CAPM-ന്റെ ഇതില്ലടാ, KE = RF + ബീറ്റ ഇക്വിറ്റി × R - RF എന്ന് പറയുന്ന ഫോർമുലയിലെ ഓരോരോ എലമെന്റ്സ് കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണ്, അല്ലെ? ഇപ്പൊ റിസ്ക് ഫ്രീ റേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള റേറ്റ്, അതിന്റെ അർത്ഥം എന്താ? ഒരു രീതിയിലും റിസ്ക് ഇല്ലാത്ത ഒരു റേറ്റ് ആണ് നമുക്ക് വേണ്ടത്. ഒരു രീതിയിലും നമുക്ക് റിസ്ക് ഇല്ലാത്ത ഒരു അസറ്റ് എത്ര റിട്ടേൺസ് കൊടുക്കുമായിരിക്കും എന്നുള്ള ഒരു സംഭവമാണ് പറയുന്നത്, റിസ്ക് ഫ്രീ റേറ്റ്. പക്ഷെ അങ്ങനെ ഒരു റേറ്റ് ഉണ്ടോ? അങ്ങനെ ഒരു റേറ്റ് നമുക്ക് കിട്ടുമോ? ഇല്ല. അപ്പൊ ഏറ്റവും സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യുന്നത് ഗവൺമെന്റ് ബാക്ക്ഡ് ആയിട്ടുള്ള ബിൽസ് ആയിരിക്കും എന്നുള്ളത് കൊണ്ടാണ് ഷോർട്ട് ടേം ആയിട്ടുള്ള ഗവൺമെന്റ് ബിൽസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ABC എന്ന് പറയുന്ന ഒരു കൺട്രി, അവിടെ ഭയങ്കരമായിട്ടുള്ള പൊളിറ്റിക്കൽ പ്രശ്നങ്ങൾ നടക്കുകയാണ്, എക്കണോമിക് എൻവിറോൺമെന്റ് ഭയങ്കര മോശമാണ്. ആ ഒരു ഗവൺമെന്റ് ഇറക്കുന്ന ബിൽസിന് ഇത്രയും നമുക്ക് റിസ്ക് ഫ്രീ ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ആ ഗവൺമെന്റ് ചിലപ്പോൾ ഒട്ടാകെ തകർന്നേക്കാം, അല്ലേ? അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ആ റിസ്ക് ഫ്രീ റേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ റേറ്റ് നമ്മൾ എടുക്കുന്നത്, നമ്മളിപ്പോൾ ഗവൺമെന്റ് ബാക്ക്ഡ് ആയിട്ടുള്ള ബിൽസിന്റെ ഷോർട്ട് ടേം ആ ഈൽഡാണ് എടുക്കുന്നത്. പക്ഷെ അത് നേരിട്ട് യൂസ് ചെയ്യാൻ, അത് പ്രാക്ടിക്കലി യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം മേ നോട്ട് മേക്ക് സെൻസ് എന്നാണ് പറയുന്നത്. പിന്നെ മാർക്കറ്റിലെ റിസ്ക് എത്രത്തോളമാണ് എന്നുള്ളതൊക്കെ നമ്മുടെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ കാൽക്കുലേഷൻസ് ആണ്, അല്ലെ? അതിലെ എല്ലാ കോണ്ടെക്സ്റ്റും അതിലോട്ട് വരുന്നുണ്ടോ? ഇല്ല. ഓക്കെ, അതൊക്കെയാണ് എന്ത്? CAPM-ന്റെ വീക്ക്നെസ്. ആ റിസ്കിന്റെ ഒരു സംഭവം അവിടെ ഭയങ്കര അൺസർട്ടനിറ്റി ഉണ്ട്, ഇപ്പോഴും അൺസർട്ടനിറ്റി ഉള്ള ഒരു സംഭവമാണ് അത്. ഓക്കെ, പിന്നെ ഇവർ പറയുന്ന ഒരു ഇമ്പോർട്ടന്റ് കാര്യമുണ്ട്: ഇൻ എ പെർഫെക്റ്റ് വേൾഡ് വിത്ത് പെർഫെക്റ്റ് ഡാറ്റ, ബോത്ത് DGM ആൻഡ് CAPM ഷുഡ് ഗിവ് ദ സെയിം വാല്യൂ ഫോർ ദ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. ഓക്കെ,
DGM ആയിക്കോട്ടെ CAPM ആയിക്കോട്ടെ, ഈ രണ്ട് വാല്യൂസ് വെച്ച് ചെയ്താലും ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് ആണെങ്കിൽ, അതായത് ഇൻഫോർമേഷൻ ഒക്കെ നമ്മൾ മനസ്സിൽ ചിന്തിക്കുമ്പോൾ അപ്പോൾ തന്നെ മാർക്കറ്റിലോട്ട് റിഫ്ലക്ട് ചെയ്യുന്ന ടൈപ്പ് മാർക്കറ്റ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും അടുത്ത ഷെയർ പ്രൈസും കാര്യങ്ങളും എല്ലാം ഓട്ടോമാറ്റിക്കലി റിഫ്ലക്റ്റഡ് ആയിരിക്കും. ഈ പറയുന്ന രണ്ട് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താലും വി വിൽ ബി റിക്വയറിംഗ് സെയിം, വി വിൽ ബി ഗെറ്റിംഗ് സെയിം ലെവൽ ഓഫ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്നാണ് പറയുക. ഓക്കെ, കാരണം എന്താണ്, അത് പെർഫെക്റ്റ് മാർക്കറ്റ് ആണ്, അത്രയും പെട്ടെന്ന് ഇൻഫോർമേഷൻ വരും. ഫൈൻ, പ്രശ്നമൊന്നുമില്ലല്ലോ. ഓക്കെ, ഇനി മൂവിംഗ് ഓൺ ടു ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ ദ കണക്ഷൻ ബിറ്റ്വീൻ ക്രെഡിറ്റർ ഹയറാർക്കി ആൻഡ് ദ റിലേറ്റീവ് കോസ്റ്റ് ഓഫ് സോഴ്സ് ഓഫ് ഫിനാൻസ്. ഓക്കെ, അതായത് ക്രെഡിറ്റർ ഹയറാർക്കി എന്താണ്, അതുമായിട്ട് എങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന കോസ്റ്റ് ഓഫ് ഫിനാൻസിനെ എങ്ങനെയാണ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഓക്കെ, നമ്മൾ ഈ പറയുന്ന കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ആദ്യം പഠിക്കുന്ന കാര്യമാണ് അല്ലെ. ആദ്യം എന്താ, കോസ്റ്റ് ഓഫ് ക്രെഡിറ്റർ ഹയറാർക്കിയാണ്. അതായത് എന്റെ ബിസിനസ് ഇന്ന് ലിക്വിഡേറ്റ് ആയി പോയി കഴിഞ്ഞാൽ ഏത് ഓർഡറിൽ വേണം ഞാൻ പേയ്മെന്റ് കൊടുക്കാൻ, ആരെ ആയിരിക്കണം, ഏത് ക്രെഡിറ്ററിനെ ആയിരിക്കണം ഞാൻ ആദ്യം സെറ്റിൽ ചെയ്യേണ്ടത് എന്നുള്ള ഓർഡറാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത് അല്ലെ. പ്രിഫറൻസ് ഫോർ സെറ്റിൽമെന്റ് ആണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. അപ്പം ആ പൊസിഷൻ ഹയർ ആവുന്നതോറും എന്താണ്, അവരെടുക്കുന്ന റിസ്ക് അത്രയും കുറവാണ് അല്ലെ. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ABC എന്ന് പറയുന്ന ഒരു കമ്പനി അടച്ചു കൂട്ടി പോകണം, അവരുടെ സെക്യൂർഡ് ഡെപ്റ്റേഴ്സ് ആണ്, എന്നെ ആയിരിക്കും അവർ ആദ്യം സെറ്റിൽ ചെയ്ത് വിടുക അല്ലെ. അവിടെ എനിക്കപ്പോ എന്തെങ്കിലും റിസ്ക് ഉണ്ടോ? ഇല്ല. ABC കമ്പനിയുടെ ഓണർ ആയിട്ട് നിൽക്കുന്ന ആളാണോ ഞാനാണോ കൂടുതൽ റിസ്ക് എടുത്ത് നിൽക്കുന്ന ഓണർ ആയിരിക്കും അല്ലെ, ഞാനാണോ? അല്ല. വൈ? ബിക്കോസ് എന്റെ ഡെപ്റ്റ് മുഴുവൻ എന്താണ്, സെക്യൂർഡ് ആണ്, എനിക്കൊരു പ്രശ്നമില്ല അല്ലെ. കമ്പനി ലിക്വിഡേറ്റ് ചെയ്ത് പോയാലും ഐ വിൽ ബി ഹാവിംഗ് ദി അസറ്റ്സ്, അവിടെ ഞാൻ റിസ്ക് എടുക്കുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത്, ഞാൻ ആ കമ്പനിക്ക് ഫണ്ട് കൊടുക്കുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യില്ല, കുറെ റിട്ടേൺസ് ചെയ്യാൻ ചോദിക്കുക ഇല്ല. വൈ? ബിക്കോസ് ഐ എം സേഫ് അല്ലെ. റിസ്ക് കൂടുമ്പോഴേ എന്ത് വരുള്ളൂ, റിട്ടേൺസ് കൂടേണ്ട കാര്യമുള്ളൂ അല്ലെ. ഫൈൻ, റിസ്ക് ഹേ തോ ഇഷ്ക് ഹേ എന്നൊക്കെ പറയുന്ന പോലെ റിസ്ക് കൂടുമ്പോഴേ എന്ത് വരേണ്ട കാര്യമുള്ളൂ, റിട്ടേൺസ് കൂടേണ്ട കാര്യമുള്ളൂ. ഫൈൻ, പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പം ആദ്യം വരിക സെക്യൂർ ഡെപ്റ്റേഴ്സ് ആണ്, പിന്നെയാണ് അൺസെക്യൂർ ഡെപ്റ്റേഴ്സ് വരിക, പിന്നെ ആയിരിക്കും പ്രിഫറൻസ് ഷെയർസിന്റെ ഒക്കെ കാര്യങ്ങൾ വരിക. പിന്നെ പ്രിഫറൻസ് ഷെയർസിൽ തന്നെ ഉണ്ട് അല്ലെ, പല ടൈപ്പ് ഉണ്ട്, സെക്യൂർഡ് പ്രിഫറൻസ് ഷെയർസും ഒക്കെ കാര്യങ്ങളുണ്ട്. പിന്നെയാണ് ലാസ്റ്റ് ആണ് ആര് വരിക, ഇക്വിറ്റി ഷെയർസ് വരിക. ഫൈൻ, പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പം ഇതാണ് ആ ക്രെഡിറ്റർ ഹയറാർക്കി. ഇനി ഇത് കോസ്റ്റുമായിട്ട് എങ്ങനെയാണ് റിലേറ്റ് ചെയ്ത് വെച്ചിരിക്കുക, അത് ഓരോ ആൾക്കാരും എന്താണ് ഇത്രയും റിസ്ക് എടുക്കുന്നുണ്ട്, അതുകൊണ്ട് അവർക്ക് കൂടുതൽ റിട്ടേൺസ് വേണം, ഇന്ന ആൾ റിസ്ക് എടുക്കുന്നില്ല, കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ളവരെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇന്നയാളുടെ റിസ്ക് കുറവാണ്, അങ്ങനെയൊക്കെ നമുക്ക് എന്ത് പറയാം, കാര്യങ്ങൾ പറയാം. ഫൈൻ, പ്രശ്നമൊന്നുമില്ലല്ലോ. ഇവരും ആ ഓർഡറിൽ തന്നെയാണ്. ആദ്യം ഇവർ എന്ത് ചെയ്യണം, സെക്യൂർ ഡെപ്റ്റേഴ്സിന്റെ കാര്യം പറയണം. ആദ്യം സെക്യൂർ ഡെപ്റ്റേഴ്സിന്റെ കാര്യം പറയുന്നു, പിന്നെ എന്താ പറയുന്നത്, അൺസെക്യൂർ ഡെപ്റ്റേഴ്സിന്റെ കാര്യം പറയുന്നു. ഫൈൻ, അങ്ങനെ ഓരോരുത്തരുടെ കാര്യം പറഞ്ഞാൽ മതി. ഓരോരുത്തരും എന്തൊക്കെയാണ് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഏത് ലെവൽ ഓഫ് റിട്ടേൺസ് ആയിരിക്കും ആഗ്രഹിക്കുക എന്ന് പറഞ്ഞു. ഓക്കെ, ആർക്കായിരിക്കും ഏറ്റവും കൂടുതൽ, ഓർഡിനറി ഷെയർ ഹോൾഡേഴ്സിനായിരിക്കും. ഫൈൻ, പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പം ഇത്രയും ഉള്ളൂ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, അതും ഈ പറഞ്ഞ ലാസ്റ്റ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റ്സ് ഒക്കെ പറയാൻ വളരെ ഈസിയാണ് അല്ലെ. നിർബന്ധമായിട്ടും എഴുതി വെക്കണേ, നല്ലപോലെ സ്കോർ ചെയ്യുക, അടിപൊളിയാക്കണം. പറഞ്ഞ ട്രിക്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഷോർട്ട് കട്ട്സോ ഒന്നും വിട്ടുപോകാതിരിക്കുക, കൃത്യമായിട്ട് നോട്ട്സ് എഴുതി പഠിക്കുക. ഓക്കെ, സോ സി യു ഗൈസ്. നല്ല അടിപൊളിയായിട്ട് എക്സാം പെർഫോം ചെയ്യേ. നാളെ കാണാം, അടുത്ത ഒരു ലൈവുമായിട്ട് നാളെ കാണാം. താങ്ക് യു, സി യു.